السلام عليكم ورحمة الله وبركاته. الحمد لله الذي خلق الإنسان في أحسن تقويم وأمده بالفهم وحباه بالتكريم. سبحانه رفع شأن العلم فأقسم بالقلم وامتن على الإنسان فعلمه ما لم يكن يعلم. وأشهد أن لا إله إلا الله وحده لا شريك له الملك الحق المبين. أعز العلم وأهله وذم الجهل وحزبه ورفع الدرجات في النعيم المقيم لطلاب العلم والعاملين به. وأشهد أن سيدنا محمدًا عبد الله ورسوله وصفيه من خلقه وحبيبه. أعرف الخلق بالله وأخشاهم له. اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه. قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തും അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സദസ്സിലുമാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു വലിയ നല്ല ഒരു സംരംഭത്തിന് നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് തുടക്കം കുറിക്കുകയാണ്. അല്ലാഹു നമുക്കത് നിലനിർത്തി തരുമാറാകട്ടെ. പഠിക്കാനും അറിയാനും മനസ്സിലാക്കുവാനും അങ്ങനെ ദീനിനോടും ദീനിൻ്റെ നിയമങ്ങളോടും ആ ദീനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളോടും നമുക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാനും അതിലൂടെ അള്ളാഹുവിൻ്റെ സ്വർഗം നേടുവാനുമുള്ള ഒരു വഴിയായി അള്ളാഹു നമുക്കിതിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിക കർമ്മശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മദ്രസകളിൽ ദീനിയാത്ത്, അമലിയാത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല വിഷയങ്ങളും പഠിക്കാറുണ്ട്. അമലിയാത്താണ് കർമ്മശാസ്ത്രമായിട്ട് വരുന്നത്. നമ്മൾ ഫിഖ്ഹ് എന്നതിന് പറയാറുണ്ട്. ഇസ്ലാമിലെ ഏത് ആരാധനകളും നമ്മൾ നിർവഹിക്കേണ്ടത് അത് അറിയുകയും പഠിക്കുകയും ചെയ്തതിനു ശേഷമാണ്. അപ്പോഴേ അത് നമുക്ക് അതിൻ്റെ കൃത്യമായ രൂപത്തിൽ നിർവഹിക്കാൻ സാധിക്കും. അപ്പോൾ ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായതും അതിനു വേണ്ടിയുള്ള ചർച്ചകൾ നടന്നത്. അപ്പോൾ ഏതായാലും ഇന്ന് ഞാൻ ആ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. അതിനു മുമ്പായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, നമ്മളെ മതപരമായ അറിവ്, അത് കർമ്മശാസ്ത്രമാണെങ്കിലും ശരി, വിശ്വാസ കാര്യങ്ങളാണെങ്കിലും ശരി, എന്തിന് അറിയണം, അത് എങ്ങനെ അറിയണം, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നിത്യാദി ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത ആഴ്ച മുതൽ കൃത്യമായി നമ്മുടെ വിഷയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇൽമിന്റെ
ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ ഇൽമിന്റെ സദസ്സിനൊരു രീതിയുണ്ട്. അതായത് ഇൽമ് പഠിക്കാനിരിക്കുന്ന സദസ്സിനൊരു രീതി. പലപ്പോഴും നമ്മളൊക്കെ പ്രത്യേകിച്ചും റമളാൻ മാസമൊക്കെ ആവുമ്പോൾ പ്രസംഗിക്കുന്ന ആളുകൾ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുന്നുണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ കുറച്ച് ആൾക്കാർ വടക്കോട്ടും കുറച്ച് ആൾക്കാർ തെക്കോട്ടും തിരിഞ്ഞിട്ട് ഇങ്ങനെ കാലം നീട്ടി ചുമരുമ്പോൾ ചാരി ഇരുന്നിട്ട് ഉറങ്ങുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഇവരുടെ ഒരു ഡ്യൂട്ടി എന്ന നിലക്ക് കാണാതെ നമ്മൾ ഇരിക്കുന്ന സദസ്സ്, അതിൻ്റെ അർത്ഥം വയസ്സായ ആൾക്കാരും സുഖമില്ലാത്തവരൊക്കെ ഇങ്ങനെ വന്ന് മുമ്പിൽ ഇരിക്കണം എന്നല്ല. നടുവേദന ഉള്ളവരും തണ്ടൽ വേദന ഉള്ളവരൊക്കെ ഉണ്ടാവും, അവരൊക്കെ ചാരി ഇരിക്കണം. അതല്ലാത്ത കുറച്ച് ആളുകൾ, കുട്ടികളും ചെറുപ്പക്കാരൊക്കെ നമ്മൾ അതിൻ്റെതായ ഒരു മര്യാദയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് നമ്മൾ കേട്ടില്ലേ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദീന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന് അങ്ങനെ അവർ പഠിക്കുമ്പോൾ ഏറ്റവും അടുത്തു പോയിരുന്നു എന്നാണ്. മാത്രമല്ല അങ്ങനെ ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകൾക്ക് അവരുടെ മഹത്വം പറയുന്ന ചില ഹദീസുകളും കാണാൻ സാധിക്കും. ചില ആളുകൾ അകന്നുപോയി, അവൻ അള്ളാഹ് അകറ്റി. ചില ആളുകൾ അടുത്തു, അള്ളാഹ് അവരെ അടുപ്പിച്ചു എന്നൊക്കെ പറയുന്ന ചില റിപ്പോർട്ടുകൾ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോകത്ത് നേടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹിന്റെ ദീന് നേടുക എന്നുള്ളതാണ്. അതാണ് ദീനിയായ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ. കാരണം കാല അല്ലാഹ് കാല റസൂലുള്ള അതാണല്ലോ പറയണത്. അള്ളാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു. ഈ അള്ളയും റസൂലും പറഞ്ഞതിനേക്കാൾ വലിയൊരു പറയൽ ലോകത്ത് വേറെ ഇല്ല. അതിനേക്കാൾ ശ്രേഷ്ഠമായൊരു വാക്കു ലോകത്ത് വേറല്ല. ഖൈറുൽ കലാമി കലാമുല്ലാഹ് എല്ലാ ഖുതുബിൽ നമ്മൾ കേൾക്കാറുണ്ട്. വഖൈറ സുനനി സുനന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല കലാം അള്ളാഹിന്റെ കലാമാണ്. പിന്നെ പ്രവാചകന്റെ ചര്യയാണ്. അപ്പൊ അത് രണ്ടുമാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിലും മതപരമായ ഇത്തരം സന്ദർഭങ്ങളിലും വേദികളിലൊക്കെ പറയാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു നല്ല നിയ്യത്തും ആ മഹത്വം ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല നിയ്യത്തോടുകൂടി നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കണമെന്ന് ആമുഖമായിട്ട് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. പല വിഷയങ്ങൾക്കും നമ്മൾ അതിൻ്റെതായ മഹത്വങ്ങൾ, പ്രാധാന്യങ്ങൾ കാണാറുണ്ട്. ഇസ്ലാം ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന വിഷയം ഇസ്ലാമിലെ നിയമങ്ങൾ അറിയുക എന്നുള്ളത്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹു അല്ലാതെ ഇലാഹ ഇല്ല എന്ന് അറിയണം. ഈ അലം എന്നാണ്, പഠിക്കണം. ഖുർആനിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. 1000-ഓളം വരുന്ന കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങൾക്കും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ആ ഖുർആൻ അതിൽ അങ്ങനെയൊക്കെ നിയമങ്ങൾ ഉണ്ടായിട്ടും അള്ളാഹ് ആദ്യമായി ഇറക്കിയ ആയത്തേതാണ്. വിശുദ്ധ ഖുർആനിലെ കുറെ നിയമങ്ങള്, കൽപ്പനകള്, നിരോധനങ്ങള്, വിധിവിലക്കുകള്, നിക്കാഹും തലാഖും കല്യാണം, അങ്ങനെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. പക്ഷെ അല്ലാഹു തആല ആ ഖുർആനിലെ ഏറ്റവും ആദ്യമായിട്ട് ഇറക്കിയ ആയത്ത് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കുക. ആദ്യം ഇറങ്ങിയ ആയത്ത് വായിക്കുന്ന, അറിവിന്റെ അടിസ്ഥാനം ഒന്ന് വായനയാണ്. അപ്പൊ അറിവിനുള്ള പ്രാധാന്യമാണ് പറയുന്നത്. ആ വായന മാത്രമല്ല, കേൾക്കലും അറിവ് നേടാനുള്ള മാർഗമാണ്. പഠിക്കാൻ എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ അതെല്ലാം അതിന്റെ ഭാഗമാണ്. അപ്പൊ ഒരാൾ അറിവ് നേടുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണത്. അതിനുള്ള അവസരം കിട്ടുക. ഇപ്പൊ നമ്മൾ ചില ഭാഗങ്ങളിൽ, സ്ഥലങ്ങളിലൊക്കെ ആളുകൾ വിളിക്കാറുണ്ട്, ഇവിടെ നിന്ന് ക്ലാസ് എടുക്കാൻ പരിസരത്ത് പോലെ ഒരാളില്ല, ഞങ്ങൾക്ക് ഇന്ന ജില്ലയിൽ നിന്ന് ആളുകൾ വരണം. ഇന്ന ജില്ലയിൽ നിന്ന് വന്നിട്ടുമാണ് ആള് ക്ലാസ് എടുക്കാൻ. അപ്പൊ രാത്രി മഗ്‌രിബിന് ശേഷം ക്ലാസ് ഉണ്ടെങ്കിൽ രാവിലെ 10 മണിന്റെയും 8 മണിന്റെയും ഒക്കെ ട്രെയിനിന് പുറപ്പെട്ടിട്ടാണ് അവിടെ എത്തുക. ആ ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലെത്തുക രാത്രി 3 മണിക്കാണ്. അപ്പൊ നമ്മൾ ഒരു അനുഗ്രഹമായത് ഉൾക്കൊള്ളുക. നമ്മുടെ മണ്ഡലം എന്ന് പറഞ്ഞാൽ അത് കൊപ്പായാലും ശരി, പട്ടാമ്പി ആയാലും ശരി, നമുക്ക് ഒരുപാട് ആളുകൾ ക്ലാസ് എടുത്തു തരും. നമ്മുടെ സ്വന്തം യൂണിറ്റിൽ തന്നെ പഠിപ്പിച്ചു തരാനുള്ള ആളുകൾ ഇഷ്ടം പോലെ അള്ളാഹ് നമുക്ക് തന്നു എന്നുള്ളൊരു അനുഗ്രഹമാണ്. അത് പഠിക്കാൻ വേണ്ടി ഇരിക്കാനുള്ള സദസ്സും വേദിയും കിട്ടുക എന്നുള്ളൊരു അനുഗ്രഹമാണ്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പറയും, അത് കിട്ടിയതൊരു അനുഗ്രഹമാണ്, ഇത് കിട്ടിയതൊരു അനുഗ്രഹമാണ്. സഹോദരങ്ങളെ, അള്ളാന്റെ ദീന് പഠിക്കാൻ, അത് ചെറുതാകട്ടെ വലിയ വിഷയങ്ങളാകട്ടെ, ഏതാണെങ്കിലും ശരി. ഇപ്പൊ നമ്മുടെ നമസ്കാരം, ആ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമസ്കാരം തെറ്റായി നിർവഹിച്ചാൽ അള്ളാഹ് സ്വീകരിക്കൂല. അപ്പൊ ശരിയായി നിർവഹിക്കണം. എങ്ങനെ പഠിക്കേണ്ടത്, എങ്ങനെ നിർവഹിക്കേണ്ടത്, അത് പഠിക്കാനുള്ള വേദിയാണ് ഇൽമിന്റെ മജ്ലിസ്. അപ്പൊ അത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പറഞ്ഞൊരു ഹദീസ് നമ്മൾ പലപ്പോഴായി കേൾക്കാറുണ്ട്. മൻ സലക ത്വരീഖൻ യത്ലുബു ഫീഹി ഇൽമാ, അറിവ് തേടിക്കൊണ്ട് ഒരാൾ ഒരു വഴിയിലൂടെ ഇറങ്ങി തിരിച്ചാൽ, അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി, നമ്മുടെ ലക്ഷ്യം എന്താ? ഇൻഷാ അല്ലാഹ് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കണം, അറിയണം.
അത് 1-2 ദിവസത്തേക്കല്ല, ഇനി നമ്മൾ നിരന്തരം പഠനമാർഗമായി സ്വീകരിക്കുക. അപ്പൊ നമ്മൾ ആ വഴിയിലേക്ക് ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയാൽ സലക്കല്ലാഹു ബിഹി ത്വരീഖം മിൻ തുറുഖിൽ ജന്ന, സ്വർഗത്തിന്റെ വഴികളിൽ ഒരു വഴി അല്ലാഹ് അവനെ എളുപ്പാക്കി കൊടുക്കുകയാണ്. അല്ലാഹ് അവനെ ആ വഴിയിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ്. അപ്പൊ സ്വർഗത്തിന്റെ വഴിയിലേക്കുള്ള കയറലാണ് ഇൽമ് നേടാനുള്ള വഴിയിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നൽ മലായികത ലതലഉ അജ്നിഹതഹാ ലിത്വാലിബിൽ ഇൽമി റിളം ബിമാ യസ്നഉ. അറിവ് തേടി ഇറങ്ങി പഠിക്കാനിരിക്കുന്ന വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥി പറഞ്ഞ കുട്ടിയെന്നൊന്നല്ല അർത്ഥം, വിദ്യ അർത്ഥിക്കുന്നവൻ, വിദ്യ തേടുന്നവൻ, അത് എത്ര വയസ്സായാലും വിദ്യാർത്ഥി തന്നെയാണ് പഠിക്കുകയാണെങ്കിൽ. അവരുടെ മുകളിൽ അള്ളാഹുവിന്റെ മലക്കുകളും ചിറകുകൾ വിരുത്തി വെക്കുന്നു. ചില റിപ്പോർട്ടുകളിൽ തഹഫൂന്ന് കാണാം, പൊതിയാണ്. ആ പൊതിയുന്ന മലക്കുകൾ ചിറകുകൾ കൊണ്ട് പൊതിഞ്ഞിട്ട് ആകാശലോകം വരെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ഒരു മലക്കിന് മുകളിൽ മറ്റൊരു മലക്ക്, മുകളിൽ മറ്റൊരു മലക്ക്. കാരണം എന്താ? പഠിക്കുന്നത് ഖുർആനാണ്. ആ ഖുർആനിനോളം വലിയൊരു ഇൽമിഞ്ഞ് ലോകത്ത് വേറെ ഇല്ല. പഠിക്കുന്നത് ഹദീസാണ്, അതിനോളം പോകുന്ന ഇൽമിഞ്ഞ് ലോകത്ത് വേറെ ഇല്ല. അപ്പൊ അവർക്ക് അല്ലാഹ് കൊടുക്കുന്ന മഹത്വമാണ്. മലക്കുകള് അവരെങ്ങനെ ചിറകുകൾ കൊണ്ട് അവരുടെ മുകളിൽ ഉണ്ടാകും. ആലിമ് പറഞ്ഞാൽ അഫ്ദലുൽ ഉലമ പാസ്സായ ആളെന്നോ ഒന്നുമല്ല, ഇൽമ് നേടിയവൻ. അത് ആർക്കും ആകാം. അത് ഖുർആൻ ലേണിംഗ് ക്ലാസ് എന്നാകാം, പള്ളിയിലെ ഖുതുബയെന്നാകാം, പ്രസംഗങ്ങൾ എന്നാകാം, എവിടുന്നും ആകാം. ഇൽമ് നേടിയവൻ. ആകാശങ്ങളിലുള്ളവയും ഭൂമിയിലുള്ളവയും അവന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ അറിവ് നേടാൻ വേണ്ടി ഇറങ്ങുക, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക, അത് എത്ര വലിയൊരു അനുഗ്രഹമാണ്. ഇതൊന്നുമില്ലാണ്ട് വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ഇല്ല. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ 1 മണിക്കൂർ നഷ്ടാന്നാരും കരുതണ്ട. ഇതാണ് ലാഭം, ഇതേ ലാഭമുള്ളൂ. ആരൊക്കെ പ്രാർത്ഥിക്കുന്നത്? ആകാശലോകത്തുള്ളവ. ആരൊക്കെ ആകാശലോകത്തുള്ളത്? മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്. ഇനി എന്തെല്ലാം സൃഷ്ടികൾ അല്ലാഹു നമ്മളെ അറിവിൽപ്പെടാത്തത് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടോ അവയെല്ലാം. ഭൂമിയിലുള്ളവയെല്ലാം, പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, ഉറുമ്പുകളുണ്ട്, ചെറിയതും വലുതുമായ പല ജീവികളും. വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ പോലും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഏതാ? അവന് പുറത്തു കൊടുക്ക റബ്ബേ. ഒരു ഇബാദത്ത് കുറച്ചൊക്കെ അറിവ് നേടിയിട്ട് ഇബാദത്ത് എടുത്ത് ഇങ്ങനെ കൂടിയ ആളുകൾ ഉണ്ടാവും. ആ ഇബാദത്ത് എടുത്ത് കൂടുന്ന ആളുകൾക്കാണ് ആബിദ് എന്ന് പറയാം. ആ ആബിദിനേക്കാൾ ആലിമിന്, അറിവ് നേടുന്ന ആൾക്കുള്ള മഹത്വം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറയാണ്. 14-ാം രാവിന്റെ ദിവസം പൂർണ്ണ ചന്ദ്രന് മറ്റു നക്ഷത്രങ്ങൾക്കിടയിൽ എത്രത്തോളം സ്ഥാനമുണ്ടോ അതുപോലെയാണ് എന്ന് പറഞ്ഞ നക്ഷത്രങ്ങളൊക്കെ ചെറുതല്ല, ചെറുതായിട്ട് നമുക്ക് നമ്മുടെ കാഴ്ചയിൽ ചെറുതാണ്. അപ്പൊ ഒരു പുള്ളിയായിട്ട് ഇങ്ങനെ നമ്മൾ കാണുന്നു. അതിന് അടിസ്ഥാന വലുപ്പം അതല്ല ചർച്ച, നമ്മുടെ കാഴ്ചയെ കുറിച്ച് പറയാം. ആ നക്ഷത്രങ്ങൾക്കിടയിൽ 14-ാം രാവിന്റെ ദിവസം പൂർണ്ണ ചന്ദ്രൻ എത്ര വലുപ്പത്തിൽ നിൽക്കുന്നത്, അപ്പൊ അവ തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. അതുപോലെ അതിനേക്കാൾ മഹത്വം ഒരു അറിവ് നേടുന്ന ആൾക്ക്, ഉള്ള അറിവ് വെച്ച് ഇബാദത്തിൽ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കുന്ന ആളെക്കാൾ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് പറഞ്ഞൊരു വാക്ക്, വഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ. ഉലമാക്കൾ, അറിവ് നേടിയവർ അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. ഒരു നബിന്റെ അനന്തരാവകാശിയാകുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മഹത്വം. നമുക്ക് വഹയില്ല എന്ന് മാത്രം, ആ വഹയി നിലച്ചുപോയി. പക്ഷെ നബിമാർക്ക് അല്ലാഹ് വഹയി കൊടുത്തത് ഇൽമാണ്. ആ ഇൽമാണ് അനന്തരമായി നമുക്ക് കിട്ടുന്നത്. വഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമാ. നബിമാര് ഒരാൾക്കും ദീനാറോ ദിർഹമോ വറാസത്ത് അനന്തര സ്വത്തായിട്ട് കൊടുത്തു പോയിട്ടില്ല. ഇന്നമാ വറസുൽ ഇൽമ. അംബിയാക്കന്മാർ ലോകത്ത് അനന്തര സ്വത്തായി വിട്ടേച്ചു പോയത് അറിവാണ്. ഫമൻ അഖദഹു, അതിനാരെങ്കിലും സ്വീകരിച്ചാൽ അഖദ ബിഹല്ലിൻ വാഫിർ, അവൻ നേടിയത് വലിയ പരിപൂർണമായ സൗഭാഗ്യത്തിന്റെ വിഹിതമാണ്. അപ്പോ അറിവ് നേടുന്ന ആളുകളെ കുറിച്ചും അറിവിന്റെ മഹത്വത്തെ കുറിച്ചുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറഞ്ഞ ഒരു സുദീർഘമായ ഹദീസാണിത്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഇപ്പൊ പലപ്പോഴും നമ്മൾ സാമ്പത്തികമായ ആവശ്യങ്ങൾക്കും ലാഭങ്ങൾക്കും വേണ്ടി പലയിടത്തേക്കും പോകാറുണ്ട്. സമ്പത്ത് നേടണ്ടെന്നോ അധ്വാനിക്കണ്ട എന്നോ ഒന്നും അല്ല കേട്ടോ. കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചത് പുണ്യമുള്ള കാര്യം തന്നെയാണ്. അത് അള്ളാഹിന്റെ മാർഗത്തിലാണെന്നും ഹദീസിൽ കാണാൻ സാധിക്കും. എന്നാൽ നമ്മളെ ഏത് സമ്പത്തും ദുനിയാവിൽ അവസാനിക്കാനുള്ളതാണ്.
എത്ര വലിയ നമ്മൾ സമ്പത്ത് നേടിയാലും ഈ ലോകത്ത് അവസാനിക്കും. പക്ഷെ നമ്മൾ അറിവ് നേടിയാൽ ആ അറിവ് അവസാനിക്കൂല, അത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. അപ്പൊ നമ്മൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാറുണ്ട്. നമ്മൾ ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു പ്രാർത്ഥനയാണല്ലോ, അല്ലാഹു തആല അവരെ കൊണ്ട് തൃപ്തിപ്പെടട്ടെ, തൃപ്തിപ്പെട്ടിരിക്കുന്നു, പ്രാർത്ഥന നിർവഹിക്കുകയാണ്. കൊല്ലം 1400 കഴിഞ്ഞിട്ട് എന്നും നമ്മുടെ നാട്ടിലിരുന്നിട്ട് അൻ അബീ ഹുറൈറ എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാനുള്ള കാരണം എന്താ? അവർ വലിയ പണക്കാരായതുകൊണ്ടാ? അല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അസ്ഹാബു സുഫയിൽ താമസിച്ചിരുന്ന ആളാ. നബിന്റെ കാലഘട്ടത്തിൽ പള്ളിയിൽ പാവപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നല്ലോ, അവരെ കൂട്ടത്തിലുണ്ടായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാ, എന്നെ വിശപ്പ് കൊണ്ട് പലപ്പോഴും തല കറങ്ങി വീണിട്ടുണ്ട്, വിശപ്പ് കാരണം വയറ്റത്ത് ഞാൻ കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. അബൂ ഹുറൈറ പറയുന്നുണ്ട്. പള്ളിയുടെ മുമ്പിൽ ഇരുന്നിട്ട് സ്വഹാബത്ത് ഇങ്ങനെ ഭക്ഷണം വീട്ടിലേക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും കൊണ്ടുപോകുമോ എന്ന ആഗ്രഹത്തോടു കൂടി പള്ളിന്റെ മുമ്പിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഹദീസുകൾ, ഏറ്റവും കൂടുതൽ ഹദീസുകൾ ആരുടെയാ? ആ വിശന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാ. അദ്ദേഹത്തിന് പണം അല്ല ഇവിടെ ബാക്കിയായത്, അദ്ദേഹം പിൽക്കാലത്തെ കൊടുത്ത അറിവാണ് ബാക്കിയായത്. നമ്മൾ അറിവ് നേടിയ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കൾക്ക്, അടുത്ത തലമുറക്ക്. ഈ പള്ളി യഥാർത്ഥ തൗഹീദിന്റെയും സുന്നത്തിന്റെയും ഇസ്ലാമിന്റെ ശരിയായ ആശയങ്ങളുടെയും അടിസ്ഥാനത്തിൽ അടുത്ത തലമുറയിൽ നിലനിൽക്കണമെങ്കിൽ ഇപ്പോൾ ഉള്ള തലമുറ അടുത്ത തലമുറക്ക് കൈമാറണം, അറിവോടുകൂടി കൈമാറണം. വെറുതെ പള്ളി കൊടുത്താൽ ഒരു കാര്യം നടക്കൂല, അവർ അടുത്ത തലമുറക്ക് കൈമാറണം. അങ്ങനെ എത്ര കൊല്ലങ്ങൾ കൈമാറി പോയാലും നമ്മൾ കൊടുത്തതിന്റെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇന്ന് അതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖബറിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 14,000 കിലോമീറ്ററുകൾ നടന്ന് ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ച് സമാഹരിച്ച ഹദീസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഖാലൽ ഹദ്ദസനാ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഹദീസ് വായിക്കാം. ഖാലൽ ഇമാമുൽ ബുഖാരി, ഖാലൽ ഇമാം മുസ്ലിം എന്ന് പറഞ്ഞ് നമ്മൾ ഹദീസ് വായിക്കുമ്പോൾ അവരുടെയിലേക്ക് പ്രാർത്ഥന പോവുകയാണ്. റഹിമഹുല്ലാഹ് ഓരോ സന്ദർഭത്തിലും പറയും, പ്രസംഗിക്കുമ്പോൾ പറയും, ഖാല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹ് കരുണ കാണിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കാൻ കാരണം? അവർ വിട്ടേച്ചു പോയ സമ്പത്തല്ല, അറിവാണ്. അപ്പൊ നമ്മളും മരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും അറിവ് നമ്മൾ ഈ നാട്ടിൽ വിട്ടേച്ചു പോകണം. ആ അറിവ് ചിലപ്പോൾ ദിക്ർ പഠിപ്പിച്ചതായിരിക്കാം, അതല്ലെങ്കിൽ മറ്റൊരു ഇബാദത്ത് പഠിപ്പിച്ചതായിരിക്കാം, തൗഹീദ് പറഞ്ഞു കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ സൽക്കർമ്മങ്ങളായിരിക്കാം. എന്താണെങ്കിലും ശരി, ഏതായാലും സ്വഹാബികളിലെ ദരിദ്രന്മാരായ പല ആളുകളും ഇന്ന് ഓർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ സമ്പത്ത് കൊണ്ടോ മറ്റു കഴിവ് കൊണ്ടോ എന്നല്ല, അവർ നബിയിൽ നിന്നും നേടിയ അറിവിന്റെ ഫലമായിട്ടാണ്. മുആവിയ റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ യുരിദില്ലാഹു ബിഹി ഖൈറാ, അല്ലാഹ് ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ യുഫഖിഹു ഫിദ്ദീൻ, അല്ലാഹ് അവന് ദീനിൽ അറിവ് കൊടുക്കുന്ന. അപ്പൊ എനിക്ക് ദീനിൽ അറിവ് കിട്ടണം എന്ന ആഗ്രഹം ഒരാൾക്ക് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവനിൽ അല്ലാഹ് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ്. എന്നാ ദീനിന്റെ അറിവ് നൽകപ്പെടുന്ന ഒരു വിഷയത്തോടും താല്പര്യമല്ല. ചിലപ്പോൾ ഖുതുബയോട് പോലും ആൾക്കാർക്ക് താല്പര്യമല്ല. അത് നിർബന്ധം കൊണ്ട്, ഇടങ്ങേറ് കൊണ്ടും അവസാന സമയത്ത് ഖത്തീബ് ഇങ്ങനെ ദ്വാർക്കുമ്പോ മുറ്റത്ത് കൂടെ ആമീൻ ആമീൻ എന്ന് പറഞ്ഞ് എളുകി വരുന്ന ആളുകളുണ്ട്. അതല്ല പറയണത്. ഏത് ഇൽമിന്റെ സദസ്സാണെങ്കിലും അത് പഠിക്കണം എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് മനസ്സിലായിക്കോളി, അള്ളാഹ് എന്റെ കാര്യത്തിൽ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. അവിടെ ക്ലാസ് ഉണ്ട്, ഞാൻ പോണില്ല. ഇവിടെ ഹദീസ് ക്ലാസ് ഉണ്ട്, ഞാൻ പോണില്ല. സഹോദരങ്ങൾ, അങ്ങനെ തോന്നലാണെങ്കിൽ അവിടെ ഖൈർ ഇല്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹ് ഖൈർ ആർക്ക് കൊടുത്തു? ദീനിൽ അറിവ് നേടുന്നവൻ ആരോ അവൻ അള്ളാഹ് അറിവ് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. വഇന്നമാ അന ഖാസിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഞാൻ ഓഹരി വെക്കുന്നവനാണ്. വല്ലാഹു യുഅതി, അള്ളയാണ് നൽകുന്നവൻ. അള്ളാഹ് അങ്ങോട്ട് തരുന്നു, ഞാൻ ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നു. വലം തസാല ഹാദിഹിൽ ഉമ്മത്തു ഖായിമത്തൻ അലാ അംരില്ലാ, ഈ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ നിയമങ്ങളിൽ നിലകൊള്ളുക തന്നെ ചെയ്യും. ലാ യദുർറുഹും മൻ ഖാലഫഹും ഹത്താ യഅതിയ ബിഅംരി ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാഹ് അവന്റെ നിയമങ്ങൾ, അതായത് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ ആ ദീനിന്റെ കാര്യത്തിൽ നിലനിൽക്കുന്ന ആളുകൾക്ക് യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിനാരെ എതിര് പ്രവർത്തിച്ചാലും ശരി, അറിവുണ്ടെങ്കിലേ പിടിച്ചേക്കാൻ കഴിയുള്ളൂ. യഥാർത്ഥമായ അറിവില്ലെങ്കിൽ നമുക്ക് എന്താ തോന്നുക? അവരാ പറഞ്ഞത് ശരിയാണല്ലോ, ഇവരീ പറഞ്ഞത് ശരിയാണല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കുറെ ഖാദിയാനികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അവരതിന് ചിലപ്പോ നമ്മളെ ഏതെങ്കിലും 2-3 ആളുകളെ പിടിച്ചിടും. എന്നിട്ട് അവരുടെ ക്ലാസ്സുകൾ ഇങ്ങനെ കൊടുക്കും. ഇവർക്ക് ഇങ്ങനെ സംശയം ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അവസാനം നിഷേധ സ്വരത്തിലായിരിക്കും ചിലപ്പോൾ അവന്റെ പിന്നീടുള്ള നമ്മോട് സംശയം ചോദിക്കലുകൾ പോലും. അതുകൊണ്ട് അത്തരം സാഹസുകൾ പങ്കെടുക്കാൻ പാടില്ല എന്നാണ്.
യഥാർത്ഥ ഉത്ബോധനം വന്നു കിട്ടിയതിനു ശേഷം അള്ളാഹുവിൽ നിന്നും തെറ്റിച്ചു കളയുന്ന അത്തരം കൂട്ടങ്ങളിൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. അത് അള്ളാഹിന്റെ നിയമമാണ്. പിന്നെ സംശയം തോന്നാനുള്ള കാരണം എന്താ? അള്ളാഹുവിനെയും റസൂലിനെയും പരലോകത്തെയും നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മുടെ ആദർശങ്ങളെയും കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് മനുഷ്യന് എന്ത് സംശയം ഉണ്ടാക്കി വന്നാലും നമ്മളെ ഇളകാൻ പാടില്ല. ഒരു മുസ്ലിമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സ്വഭാവം തന്നെ എന്താ? അവൻ ഉറച്ച വിശ്വാസക്കാരനായിരിക്കണം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി തുമ്മ ലം യർതാബു. അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുക, തുമ്മ ലം യർതാബു, പിന്നെ സംശയിക്കാൻ പാടില്ല. ആരെന്ത് പറഞ്ഞാലും ഇളകാൻ പാടില്ല. പക്ഷെ ഇളക്കം വരും എപ്പോന്നറിയോ? ഇൽമില്ലെങ്കിൽ. അത് ശരിയാണല്ലോ, അത് അങ്ങനെയാണല്ലോ, ഇതിങ്ങനെയാണല്ലോ. ചില യുക്തിവാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ തോന്നാനുള്ള കാരണം അത് പഠിക്കേണ്ട രൂപത്തിൽ നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. ചില ഹദീസുകളൊക്കെ നമ്മുടെ മുമ്പിൽ എടുത്തിട്ടിട്ട്, കണ്ടോ ഈ ഹദീസ് അങ്ങനല്ലേ, ഇങ്ങനെ അബൂ ഹുറൈറ പറയോ, ഈ ഹദീസ് ഇങ്ങനല്ലേ, ഇങ്ങനെ നബി പറയോ, ഇങ്ങനെ ആയിഷ റളിയല്ലാഹു പറയോ. അപ്പൊ ഹദീസ് ദഈഫല്ലേ, അത് ദുർബലല്ലേ, അത് ബുഖാരിയിലില്ലേ, അപ്പൊ ബുഖാരിക്കും കുഴപ്പമുണ്ടല്ലോ. നമുക്കും ഇങ്ങനെ തോന്നി തുടങ്ങുന്ന കേൾക്കുമ്പോ. പക്ഷേ ഹദീസിന്റെ അടിസ്ഥാനം പരിശോധിച്ചാലോ ഒന്നും ഉണ്ടാവൂല. അപ്പൊ ആ കാര്യങ്ങളൊക്കെ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോഴാണ് ഇവിടെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പലതരം സംഘടനകളും പലതരം വിഭാഗങ്ങളൊക്കെ ഉള്ള ഒരു അവസ്ഥയാണല്ലോ. എവിടെയാണ് ഹക്കെന്ന് തിരിച്ചറിയാനും അറിവന്നെയാണ് അടിസ്ഥാനം. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള ഖൈറിന്റെ മാർഗഭാഗമാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന ആ അറിവ് നേടാനുള്ള മനസ്സ് എന്ന് ആമുഖമായി മനസ്സിലാക്കുക. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഷഹീദല്ലാഹ്, അല്ലാഹ് സാക്ഷിയായിരിക്കുന്നു, അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഇലാഹില്ല. അല്ലാഹ് സാക്ഷ്യം വഹിച്ച ഒറ്റ കാര്യമുള്ളൂ, അതാണ് തൗഹീദ്. നമ്മൾ പല വിഷയത്തിലും നമ്മളോട് അല്ലാഹ് സാക്ഷ്യം വഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സാക്ഷികളാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് ഞാൻ സാക്ഷിയായിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരേ ഒരു വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു, മലക്കുകളും അതിന് സാക്ഷിയായിരിക്കുന്നു, അറിവുള്ളവരും അതിന് സാക്ഷിയായിരിക്കുന്നു. അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ രണ്ടാളുകൾ മലക്കുകളെയും ഇൽമുള്ളവരെയാണ്. അത് ഇൽമിന്റെ മഹത്വത്തെയാണ് അറിയിക്കുന്നത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്കും അറിയാത്തത് കൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ചിട്ട് ശിർക്ക് പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുമ്പിൽ വെച്ചിട്ട് ശിർക്കിലേക്ക് ക്ഷണിക്കുന്നത്. അതെന്തുകൊണ്ടാ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയേണ്ട പോലെ അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മോട് അറിയാൻ പറഞ്ഞു, വഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് അറിയാൻ പറഞ്ഞു. എന്നിട്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് സാക്ഷിയാണെന്ന് പറഞ്ഞു, മലക്കുകളും സാക്ഷിയാണ്, ഇൽമുള്ളവരും സാക്ഷിയാണ്. ഈ മൂന്നിനെയും അല്ലാഹു തആല ചേർത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൽമിന്റെ മഹത്വത്തെ അറിയിക്കുന്നു എന്ന് പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുജാദലയിൽ അല്ലാഹു പറയാണ്, യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും, അല്ലാഹ് നിങ്ങളിൽ നിന്ന് ഈമാനുള്ളവർക്ക് ഉന്നതി നൽകും. അല്ലാഹ് ആർക്കാ ഉയർച്ച കൊടുക്കുക? നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, നമ്മൾ എവിടെയും തകരാൻ പാടില്ല, എവിടെയും നമ്മൾ തളരാൻ പാടില്ല. നമുക്ക് എപ്പോഴും ഉന്നതികളും, ഉന്നതി അറിഞ്ഞ ആളുകൾക്കിടയിൽ വലിയ സ്ഥാനപ്പേരും വലിയ ആളാകലും അങ്ങനല്ല. ഇസ്ലാം ഉദ്ദേശിച്ച ഉന്നതി കൊണ്ടെന്ന് വെച്ചാൽ, നമ്മളൊരാൾ മരിച്ചു കഴിഞ്ഞാലും, നമ്മളെ ഇപ്പൊ നാട്ടിലൊരാൾ മരിച്ചു 5 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞാലും ആ വ്യക്തിയെ നമ്മൾ ഓർക്കണം. അത് എപ്പോഴാ ഓർക്കുക? അങ്ങനത്തെ പണികൾ ആ വ്യക്തി ഇവിടെ നാട്ടിൽ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലാണ്. അതല്ല ഒരു ചീത്ത മനുഷ്യനാണെങ്കിലോ, മരിച്ച ഉടനൊക്കെ കുറെ ആൾക്കാർ ചീത്തയായിട്ട് എന്തെങ്കിലും പറയും, പിന്നെ അയാളെ കുറിച്ചൊരു ഓർമ്മ ഉണ്ടാവൂല. നന്മ ചെയ്ത ആളാണെങ്കിൽ നമ്മൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് 10 15 കൊല്ലം കഴിഞ്ഞിട്ട് എന്ത് വർത്തമാനം പറഞ്ഞാലും ഇതിന് തുടക്കം കുറിച്ച് ആളുകളെ കുറിച്ച് ചർച്ച വരും. റമദാൻ മാസത്തില് ഖുതുബകളിലൊക്കെ ഇതിന്റെ തുടക്കത്തിൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആളുകളെ കുറിച്ച്, ചിലപ്പോൾ അവർ മരണപ്പെട്ടു പോയവരൊക്കെ ആണെങ്കിൽ അവരുടെ പേരെടുത്ത് പറയും, പ്രാർത്ഥിക്കുകയും ചെയ്യും. അതെന്തുകൊണ്ടാ? അത് അതിനു വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ്. അപ്പൊ ആ നിലക്ക് അത് അല്ലാഹ് കൊടുക്കുന്ന ഒരു പദവിയാണ്. അതുകൊണ്ട് എന്ന് നബിയെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങളെ കുറിച്ച് നമ്മൾ ആ സ്മരണ ഉയർത്തിയിരിക്കുന്നു. ഇബ്രാഹിം നബിയെ കുറിച്ചും ഇസ്മായിൽ നബിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, പിൽക്കാലക്കാരിൽ എനിക്ക് നല്ല സ്മരണ നൽകണേ എന്ന് പറഞ്ഞ പിൽക്കാലക്കാർ നമ്മളെ ഓർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക, അത് അല്ലാഹ് കൊടുക്കുന്ന ഒരു പദവിയാണ്. അതാണ് ഇസ്ലാമിലെ പദവി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പദവി അല്ലാഹ് കൊടുക്കാതിരിക്ക 2 വിഭാഗം. ഒന്ന്, യർഫഅല്ലദീന ആമനൂ മിൻകും, അല്ലാഹ് നിങ്ങളിൽ ഈമാനുള്ളവർക്ക് പദവി കൊടുക്കും. വല്ലദീന ഊതുൽ ഇൽമ, അറിവുള്ളവർക്കും അല്ലാഹ് പദവി കൊടുക്കും. അപ്പോ ആ അറിവ് എന്ന് പറയുമ്പോ പിന്നെ ദീനിന്റെ അറിവാണ് കേട്ടോ.
കാരണം ദീനിന്റെ അറിവ് നേടിയ ആൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഞാനിപ്പോ ഈ ദീനിന്റെ അറിവ് നേടിയ ആൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാര് അല്ലെങ്കിൽ അറബി കോളേജിൽ പഠിച്ചവർ എന്ന അർത്ഥത്തിലല്ല. പൊതുവെ ദീനീപരമായ അറിവ് നേടിയത് ആരാണെങ്കിലും ശരി, അറിയേണ്ടിടത്തുനിന്ന് അറിയേണ്ട പോലെ അറിയേണ്ട കാര്യങ്ങളൊക്കെ അവൻ ആലിമാണ്. അങ്ങനെ ആയാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കി നിങ്ങൾ, ഒരു ഡോക്ടർ അടുക്കലേക്ക് ആരാ വരിക? ഒരു ഡോക്ടർ അടുക്കിലേക്ക് രോഗമുള്ളവർ വരും, വേറെ ആർക്കും ഡോക്ടർ ആവശ്യമില്ല. ഒരു എഞ്ചിനീയർ ആണെങ്കിൽ അദ്ദേഹത്തിന് അടുക്കലേക്ക് വരിക. ആ എഞ്ചിനീയർ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത് ആ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളാണ് വരിക. അപ്പൊ വീടുണ്ടാക്കുകയാണെങ്കിൽ അതിന് ആ വീടുണ്ടാക്കേണ്ട ആവശ്യമുള്ള ആൾ വരും, പിന്നെ അവന് എഞ്ചിനീയർ ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ അവിടെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്ന ആളുകളാ. എന്നാൽ ഒരു ഇൽമുള്ളവന്റെ അടുക്കലേക്ക് ആരാ വരിക? അഡ്വക്കേറ്റും വരും, ഡോക്ടറും വരും, എഞ്ചിനീയറും വരും, പോലീസും വരും, എല്ലാവരും വരും ഇൽമുള്ളവരുടെ. അത് അല്ലാഹ് കൊടുക്കുന്ന ഒരു സ്ഥാനം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളോട് ഒരാള് ഒരു ദീനിന്റെ ഒരു വിഷയത്തെ കുറിച്ച് സംശയം ചോദിച്ചാൽ നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. എന്ന് പറഞ്ഞാൽ ഫത്വ കൊടുക്കുക എന്നല്ല, ഫത്വ വേറെ, അറിവ് പറഞ്ഞു കൊടുക്കല് വേറെ. ഫത്വ നമുക്ക് നമ്മൾ ആരും എത്തിയിട്ടില്ല, എത്താൻ പ്രയാസമാണ്. ഫത്വന്റെ വിഷയം വേറെ. നേരെ മറിച്ച് എന്നോട് എന്റെ ഭാര്യ ചോദിക്കാം, ഞാൻ നമസ്കരിക്കാൻ നിൽക്കുമ്പോ ഞാനും എന്റെ ഭാര്യയും ഇപ്പൊ പള്ളിയിൽ പോയിട്ട് ആണുങ്ങൾ നിസ്കരിക്കണം, ഒരു ദിവസം വീട്ടിൽ നിന്ന് നമസ്കരിക്കേണ്ടി വന്നു, ഞങ്ങളെ ഏത് ഭാഗത്താണ് നിൽക്കേണ്ടത് എന്ന് ഭാര്യ ഭർത്താവിനോട് ചോദിക്കുകയാണ്. ഭർത്താവ് ഇമാമും ഭാര്യ മഅ്മൂമുമാണ്. ആ ഭർത്താവിനത് പറഞ്ഞു കൊടുക്കാൻ പറ്റണ്ടേ? വേണ്ടേ? അപ്പൊ നമ്മൾ സ്വാഭാവികം ചിന്തിക്കും, എന്നെ ഭാര്യ പെണ്ണെ തൊട്ട ഒന്നും മുറിയൊന്നുമില്ല, അപ്പൊ സാധാരണ ആണും എടുത്തു നിൽക്കുന്നുണ്ടല്ലോ, അപ്പൊ ഭാര്യ എടുത്തു നിൽക്കണം, എടുത്തു തന്നെ നിന്നോ? അങ്ങനെയാണോ? അതല്ലെങ്കിൽ സാധാരണ വലതു ഭാഗത്താ നിൽക്കരുത്, എന്നാ ഭാര്യ വലതു ഭാഗത്ത് കുറച്ച് വിട്ടു നിൽക്കട്ടെ, അങ്ങനെയാണോ? അങ്ങനെയല്ല. അപ്പൊ ഒരാണും ഒരു പെണ്ണുമായി നമസ്കരിക്കുമ്പോൾ ഇമാമും മഅ്മൂമുമായി എങ്ങനെ നിൽക്കണം? ഇസ്ലാമിന്റെ നിയമം അവിടെ ഉണ്ട്, അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ആണ് മുന്നിൽ, നേരെ പിറകില് മഅ്മൂമുകൾ ഉണ്ടാവുമ്പോ എങ്ങനെ ഒന്നാമത്തെ സൊഫ് കെട്ടുക, അങ്ങനെ ഒരു പെണ്ണ് ഒറ്റക്കാണെങ്കിൽ അവളുടെ ബാക്ക് ആ ഭർത്താവ് ആണെങ്കിൽ പോലും ബാക്കിൽ നിൽക്കണം എന്ന ആ നിയമം നമ്മൾ അറിയണം. കാരണം നിത്യജീവിതത്തിൽ ചിലപ്പോൾ ആവശ്യമായി വരുന്ന കാര്യങ്ങളാണ്. മക്കൾ ചോദിക്കുകയാണ്, അത്യാവശ്യമായി അറിയേണ്ട മതപരമായ ആചാരാനുഷ്ഠാനങ്ങളിലെ ഒരു വിഷയത്തെ കുറിച്ച് ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഏതായാലും ഇൽമു നൽകപ്പെട്ടവർ എന്ന് പറയുമ്പോൾ അള്ളാന്റെ ദീനിനെ കുറിച്ചുള്ള അറിവാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിവിന്റെ പരമാവധി നേടാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. മാത്രമല്ല സൂറത്ത് ത്വാഹയിൽ ഒരു പ്രാർത്ഥന കാണാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയാണ്, വഖുർ റബ്ബി സിദ്നി ഇൽമാ. ഏത് പ്രാർത്ഥനയെ നോക്കിയാൽ നിങ്ങൾ എനിക്ക് തരണം, എനിക്ക് തരണേ, നൽകണേ എന്നുള്ള വാക്ക് കാണാം. റബ്ബി ഹബിലി, എനിക്ക് നൽകണേ അല്ലാഹുവേ എന്നുള്ള ഒരു ദുആയുടെ രീതിയുണ്ട്. പക്ഷെ കൂടുതൽ തരണേ എന്നൊരു വാക്ക് ഏതെങ്കിലും പ്രാർത്ഥനയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇൽമിൽ മാത്രമേ ഉള്ളൂ. എന്തും പ്രാർത്ഥിക്കാം, മക്കളെ തരണേ, അതേപോലെ മയിൽ ബർക്കത്ത് തരണേ, സമ്പത്ത് തരണേ, ഖൈർ തരണേ, ഇങ്ങനെയുള്ള പല പ്രാർത്ഥനയുണ്ട്. പക്ഷെ കൂടുതൽ തരണേ, തരുന്നതിൽ കൂടുതൽ തരണേ എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥന ഏതു മാത്രമേ ഉള്ളൂ? വഖുർ റബ്ബി സിദ്നി ഇൽമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പലതും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഖുൽ നബിയെ പറയുക, ഖുൽ നബിയെ പറയുക. അങ്ങനെ കൂടുതൽ ആവശ്യപ്പെടാൻ അല്ലാഹ് പറഞ്ഞത് റബ്ബി സിദ്നി ഇൽമാ, അല്ലാഹുവേ ഇൽമ് എനിക്ക് വർദ്ധിപ്പിച്ചു തരണേ. അതുകൊണ്ടാണ് എല്ലാ ദിവസവും രാവിലത്തെ നമ്മുടെ ദിക്റുകൾ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ അറിയണം, ഇതൊക്കെ അറിവിന്റെ ഭാഗമാണ്. ആ ദിക്റുകളിൽ ഒന്നെന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബല എന്ന് രാവിലത്തെ ദിക്റുകളിൽ 3 തവണ ചൊല്ലേണ്ട വാക്കാണ്. അല്ലാഹുവേ എനിക്ക് നാഫിഅ ഇൽമു നൽകണേ. അപ്പൊ ഇൽമു കിട്ടാൻ വേണ്ടി പോലും പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല ആവശ്യപ്പെട്ടു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ, അറിവ് നേടൽ ഫർളാണ്, അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിങ്ങൾക്കും. അപ്പൊ ഈ അറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏതാ? അനന്തരാവകാശ നിയമങ്ങളല്ല, അത് എല്ലാവരും അറിഞ്ഞോളന്നില്ല, പെട്ടെന്ന് അറിയാൻ കഴിയൂല. എന്നാൽ എല്ലാവരും അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. നമസ്കാരം, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, നമസ്കാരം ബാത്തുലാകുന്ന കാര്യങ്ങൾ, എങ്ങനെ നിസ്കരിച്ചാൽ നമസ്കാരം പൂർത്തിയാകുക, അതിന്റെ മുമ്പ് വുളൂ, ആ വുളൂയിൽ വരുന്ന ഒരുപാട് തെറ്റുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുൽ ലിൽ അഖാബി മിനൻ നാർ, വുളു എടുക്കുമ്പോൾ കാലിന്റെ മടമ്പ് ഭാഗം ശരിക്കും നനയാത്ത ആളുകൾക്ക് നരകം കൊണ്ട് നാശം. എത്ര ഗൗരവമുണ്ട വാക്ക്. നമ്മൾ ചിലപ്പോൾ നമസ്കരിക്കുമ്പോൾ റുക്കൂയിലൊക്കെ പോകുമ്പോഴാണ് തള്ളവിരൽ നനഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാകുക, അല്ലെങ്കിൽ കാലിന്റെ വിരലിന്റെ ഇടകൾ നനഞ്ഞിട്ടില്ല എന്ന് പലപ്പോഴും നമ്മൾ കാണാൻ എപ്പോഴാ? റുക്കൂയിലേക്ക് പോകുമ്പോഴാണ്.
പലപ്പോഴും വുളൂകൾ അപൂർണമായി വരും. കൈമുട്ട് നനയാതിരുന്നാൽ അത് വുളൂഇനെ ബാധിക്കുന്ന വിഷയമാണ്. കാലിന്റെ മടമ്പ് നനയാതിരുന്നാൽ അത് വുളൂഇനെ ബാധിക്കുന്ന വിഷയമാണ്. വുളൂ ശരിയായിട്ടില്ലെങ്കിലോ? വുളൂ ശർത്താണ് നമസ്കാരത്തിന്റെ. ഷർത്തില്ലെങ്കിൽ ഇപ്പുറത്ത് നമസ്കാരം ശരിയാവൂല. അപ്പൊ നമ്മൾ നമസ്കരിച്ചു, വുളൂ എടുത്തു, പക്ഷെ കർമ്മം സ്വീകാര്യമായില്ല. നമ്മുടെ സമയവും പോയി, ആയുസ്സും പോയി, എല്ലാം നഷ്ടപ്പെട്ടു. നഷ്ടകാരികളായിത്തീരും ഇൽമിന്റെ കുറവ് വന്നാൽ. അപ്പൊ ഈ വിഷയങ്ങളുടെ മഹത്വം അറിയണം, അതിന്റെ പ്രാധാന്യം അറിയണം, അത് എങ്ങനെ ചെയ്യണം അത് കൃത്യമായി അറിയണം. ആ അറിവാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും അറിയേണ്ട ലറൂറത്തായ ഇൽമ് എന്ന് പറയാം. ഇൽമുകൾ രണ്ട് തരമുണ്ട്. ഒന്ന് പണ്ഡിതന്മാർ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ. അപ്പൊ അതിൽ പെട്ടതാണ് അനന്തരാവകാശ നിയമങ്ങൾ. അപ്പൊ നാട്ടിലെ മഹലിലെ എല്ലാ സാധാരണക്കാരനും അനന്തരാവകാശ നിയമങ്ങളെ കുറിച്ചൊന്നും അറിഞ്ഞോളന്നില്ല. അതുപോലെ തന്നെ ആഴത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ചില ഗഹനമായ വിഷയങ്ങളും പഠന മേഖലകളും അത് സാധാരണക്കാർക്കൊക്കെ അറിഞ്ഞോളന്നില്ല. എന്നാൽ തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന ഇബാദത്തുകൾ, തന്റെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, ഞാൻ ചൊല്ലുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദിക്റുകളും ദുആകളും പ്രാർത്ഥനകളും അതൊക്കെ ലറൂറത്തായ ഇൽമിൽ പെട്ടതാണ്. ഉറങ്ങാൻ നേരത്തുള്ള പ്രാർത്ഥന നമുക്ക് അറിയില്ലെങ്കിൽ അതിന് നഷ്ടം നമുക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും നിർബന്ധമായ കാര്യമാണ് ഇൽമ് നേടുക എന്നുള്ളത്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖറജ ഫീ ത്വലബിൽ ഇൽമി, ഒരാൾ അറിവ് തേടിക്കൊണ്ട് ഇറങ്ങിയാൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലാണെന്നാണ്. ഇൽമ് നേടാൻ വേണ്ടി ഇറങ്ങിയാൽ അള്ളാഹിന്റെ സംരക്ഷണം അവൻ ഉണ്ടാവും. കാരണം അവൻ അള്ളാഹിന്റെ മാർഗത്തിലാണ്. ഹത്താ യർജിഅ, മടങ്ങി വീട്ടിലെത്തുന്നത് വരെ. അല്ലാഹു തആല നമ്മോട് പറഞ്ഞു അസൂയ കാണിക്കരുത്. എന്നാൽ രണ്ട് കാര്യങ്ങളിൽ അസൂയ കാണിക്കാം നാം. ലാ ഹസദ ഇല്ലാ ഫി ഇസ്നതൈൻ, രണ്ട് കാര്യങ്ങളിൽ അസൂയ അനുവദിച്ചിട്ടുണ്ട്. ഇവിടെ അസൂയ രണ്ട് തരമുണ്ട്. ഒന്ന് അവന്റെ അനുഗ്രഹം നശിച്ചു പോകണേ എന്നുള്ള ആഗ്രഹം, അതാണ് ദുഷിച്ച അസൂയ, അത് പാടില്ല. മറ്റൊരു അസൂയ, അവൻ അത്ര കണ്ടല്ലോ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന ആ മനസ്സിന്റെ ആഗ്രഹം, അത് രണ്ട് കാര്യത്തിലേ പാടുള്ളൂ എന്നാ. ഇപ്പൊ ഒരാൾക്ക് കുറെ സമ്പത്ത് കണ്ടു, എനിക്കുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കരുത് എന്നാ. ദുനിയാവിന്റെ സന്തോഷം എന്ന നിലക്ക് ചില ആളുകൾക്ക് നാം കൊടുത്ത പലതുമുണ്ട്. വലാത്ത മുദ്ദന്ന ഐനൈക, നിന്റെ കണ്ണുകളെ അതിലേക്ക് നീ പായിപ്പിക്കരുത്, അങ്ങോട്ട് നീ നോക്കണ്ടെന്നല്ല പറഞ്ഞു. അത് നമുക്ക് കിട്ടിയപ്പോ എങ്ങനെ ക്ഷമിച്ചു നിൽക്കാം. എന്നാൽ എനിക്ക് കിട്ടിയെങ്കിൽ, എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാവുന്നത് മറ്റുള്ളവരെ കണ്ടിട്ട്, അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, റജുലുൻ ആതാഹുല്ലാഹു മാലൻ, അല്ലാഹു ഒരാൾക്ക് സമ്പത്ത് കൊടുത്തു, ഫസല്ലതഹു അലാ ഹലകതിഹി ഫിൽ ഹഖ്, ആ സമ്പത്ത് അയാൾ എന്ത് ചെയ്യാണ്? സദഖയായിട്ട് ഇങ്ങനെ കൊടുക്കുക. പള്ളിന്റെ കാര്യം പറഞ്ഞാൽ അപ്പം കൊടുക്കും, ദേവത്തിന്റെ കാര്യം പറഞ്ഞാൽ അപ്പം കൊടുക്കും, ഏതെങ്കിലും മിസ്കിന്റെ കാര്യം പറഞ്ഞാൽ അപ്പം കൊടുക്കും. ഇതിങ്ങനെ കൊടുക്കണത് ഇങ്ങനെ കാണുകയാണ്. അപ്പൊ ഒരാൾ ആഗ്രഹിക്കുകയാണ്, എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാനും കൊടുത്തിരുന്നു. അങ്ങനെ ആഗ്രഹിക്കാം നാം. അതാണ് ഒന്ന്. രണ്ടാമത്തേതോ, വറജുലുൻ ആതാഹുല്ലാഹുൽ ഹിക്മ, ഒരാൾക്ക് അല്ല ഹിക്മത്ത് കൊടുത്തു. ഹിക്മ അല്ല, ഹിക്മ എന്ന് പറഞ്ഞ അറിവ്, അറിവ് കൊടുത്തു. ഫഹുവ യഖ്ലി ബിഹാ, ആ അറിവ് അദ്ദേഹം എന്ത് ചെയ്യാണ്? നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അറിവനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പൊ പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞാൽ, വെള്ളിയാഴ്ച അല്ല, സാധാരണ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ സൂര്യോദയം വരെ പള്ളിയിൽ ഇരുന്നാൽ, ദിക്റുകളും ദുആകളുമായി ഇരുന്നാൽ, ഹജ്ജിന്റെയും ഉംറയുടെയും പരിപൂർണ പ്രതിഫലം ഹദീസിൽ കാണാം. അജ്രി ഹജ്ജിൻ വ ഉംറത്തിൻ താമ്മത്തൻ, നമസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുക. ദിക്റുകളും ദുആകളും സ്വലാത്തുകളായിട്ട് ഖുർആൻ പാരായണം ഏതുവരെ? സൂര്യൻ ഉദിക്കുന്നത് വരെ. അങ്ങനെ ഇരുന്നാൽ പരിപൂർണ ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ അത് ആ മഹത്വം അറിയുന്നവനല്ലേ അതിന് ഇരിക്കാൻ പറ്റുള്ളൂ. ആ ഒരാൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അത് ചെയ്യുന്നത്, അത് വേറൊരാൾ കാണുകയാണ്. അപ്പൊ അയാൾക്ക് അതിനെ കുറിച്ചുള്ള അറിവുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അവൻ ആഗ്രഹിക്കുകയാണ്, ഇങ്ങനെ ഇദ്ദേഹം ഈ പഠിച്ച പോലെ ഇനിയും കുറെ കാര്യങ്ങൾ ചൊല്ലുന്നുണ്ടാവും, ചെയ്യുന്നുണ്ടാവും, എനിക്കും അയാളെ പോലെ അറിവുണ്ടായിരുന്നെങ്കിൽ എന്ന് അങ്ങനെ ആഗ്രഹിക്കാം. ആ അസൂയ പറ്റുന്ന, അതല്ലാണ്ട് അയാളെ അറിവ് നശിക്കണേ തൊലയണേ എന്നുള്ള ആഗ്രഹമല്ല. അപ്പൊ ഏതായാലും മറ്റുള്ളവന്റെ കണ്ടിട്ട് എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ ഞാനും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് മനുഷ്യൻ ആഗ്രഹിക്കാൻ അള്ളാഹ് അനുവാദം തന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. അസൂയ എന്ന നിലക്ക് ഒന്ന് ഇൽമും, മറ്റൊന്ന് റബ്ബിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന സമ്പത്തും. മാത്രമല്ല നമ്മളൊക്കെ സാധാരണ കേട്ടൊരു ഹദീസാണല്ലോ, ഇദാ മാത ബിനു ആദം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ മരിച്ചാൽ, ഇൻഖത അമലുഹു,
ഇല്ലാ മിൻ സലാസ്, അവന്റെ എല്ലാ കർമ്മം നശിച്ചുപോയി, 3 ഒഴികെ. ഒന്ന് സ്വതക്കത്തുൻ ജാരിയ, അത് നശിക്കൂല. ഒരാൾ പള്ളി ഉണ്ടാക്കി, ആ പള്ളി അവിടെ ഉണ്ട്, അതിന്റെ പ്രതിഫലം എന്നും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സ്വതക്കത്തുൻ ജാരിയ, നിലനിൽക്കുന്ന പ്രതിഫലം. ഔ ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ്. നമ്മളൊരാൾക്ക് നിസ്കരിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു, അപ്പൊ അത് അല്ലെങ്കിൽ അതിലേക്ക് ആ നമസ്കാരത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന വേദിയിലേക്ക് നമ്മൾ വിളിച്ചു വരുത്തി. എന്നിട്ട് നമസ്കരിക്കാത്ത ഒരാൾ നമസ്കാരം തുടങ്ങി, ശരിയായ രൂപത്തിൽ നമസ്കരിക്കാത്ത തെറ്റുകളൊക്കെ സംഭവിച്ചിരുന്ന അദ്ദേഹം അതൊക്കെ നന്നാക്കി ശരിയാക്കി തുടങ്ങി. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു, അതിന്റെ പ്രതിഫലം ഈ ക്ഷണിച്ച് നമ്മൾക്കുണ്ട്. അതാണ് ഇൽമ് ബാക്കിയാക്കുക എന്ന് പറഞ്ഞാൽ. നമ്മുടെ ആ ഇൽമ അനുസരിച്ചാൽ നമ്മൾ ഒന്നും വേണ്ട, സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ തുലാസ് നിറയെ ഉണ്ട്, പ്രതിഫലമുള്ള കാര്യമാണ്. അത് പറഞ്ഞു കൊടുത്താൽ അത് പിന്നെ ചെയ്യുന്ന ആളുടെ പ്രതിഫലം നമുക്ക് കിട്ടും. നമ്മൾ മരിച്ചാലും ശരി, അതിന് തലമുറ കൈമാറിപ്പോകും. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതലായി ആളുകൾക്ക് കൊടുക്കേണ്ടത് എന്താ? ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ്. അതാണ് നമ്മൾ മരിച്ചാലും നമുക്ക് പ്രതിഫലത്തിന് കാരണമായി നിലനിൽക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മകൻ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസിൽ കാണാം, മൻ ജാഅ മസ്ജിദി ഹാദാ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മദീനത്തെ പള്ളിയിലാണ് അന്ന് ഇരിക്കുന്നത്. ഈ പള്ളിയിൽ ഒരാൾ വരികയാണ്. അന്ന് അവർ ആ പള്ളിയിൽ ഇരുന്നുകൊണ്ട് ആ പള്ളിയെ കുറിച്ച് പറഞ്ഞു. ഈ പള്ളിയിൽ ഒരാൾ വരികയും ലം യഅതിഹി ഇല്ലാ ലി ഖൈരിൻ യതഅല്ലമഹു ഔ യുഅല്ലിമഹു, അദ്ദേഹം പള്ളിയിലേക്ക് വരുന്നത് ഒരു ഖൈർ പഠിപ്പിക്കാനോ പഠിക്കാനോ ആണ്. ഖൈറായ ഒരു നന്മ പഠിക്കാൻ അല്ലെങ്കിൽ നന്മ പഠിപ്പിക്കാൻ, അതിനാ പള്ളിയിലേക്ക് വരുന്നത്. അങ്ങനെ വന്നാൽ ഫഹുവ ബിമൻസിലത്തിൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ച മുജാഹിദിന്റെ, ജിഹാദിന്റെ അതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച ആളുകളുടെ പദവി അവനുണ്ട്. ഷെയ്ഖ് അൽബാനി സ്വഹീഹാണെന്ന് രേഖപ്പെടുത്തിയ ഇബ്നു മാജയുടെ ഹദീസാണ്. അപ്പൊ പള്ളിയിൽ ഖൈർ ഇൽമ് പഠിക്കാൻ വേണ്ടി വന്നാൽ, പഠിക്കാൻ മാത്രമല്ല പഠിപ്പിക്കാനും. അപ്പൊ അതിങ്ങനെ ഇരുന്ന് വാഴ പറയലും അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പള്ളിയിൽ ഒരാള് ശരിയായതല്ലാത്തൊരു കാര്യം, ഇൽമിന് വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു കാര്യം ചെയ്യാൻ, അതല്ലെങ്കിൽ കർമ്മത്തിൽ ശരിയല്ലാത്തൊരു കാര്യം ചെയ്യാൻ, അതങ്ങനല്ല, അതിങ്ങനെ ചെയ്യേണ്ടത്. അത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്താൽ അതൊരു ഖൈറ് പഠിപ്പിക്കല. അങ്ങനെ ഒരാൾ പള്ളിയിലേക്ക് വന്ന് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവൻ ആ അള്ളാഹുവിന്റെ മാർഗത്തില് ജിഹാദിന് വേണ്ടി ഇറങ്ങിയവനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അലാ അറിയണം, ഇന്ന ദുനിയ മൽഊന, ദുനിയാവിലെ എല്ലാ വസ്തുക്കളും ശപിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഒന്നും ഖൈറുള്ളതല്ല, ചിലതൊഴികെ. അപ്പൊ ദുനിയാവ് മുഴുവൻ ശപിക്കപ്പെട്ടതാണ്. മൽഊനുൻ മാ ഫീഹാ, അതിലുള്ളതെല്ലാം ശപിക്കപ്പെട്ടതാണ്. ഇല്ലാ ദിക്റുല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ ഒഴികെ, അതിൽ ശാപല്ല. ആ അല്ലാഹുവിന്റെ ദിക്ർ പറയുമ്പോൾ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അതിൽ പെടും, ആരാധനകൾ അതിൽ പെടും. കാരണം നമസ്കാരം മറ്റു കാര്യങ്ങളൊക്കെ ദിക്റുള്ളയാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ദിക്റുള്ളയാണ്. അപ്പൊ ഒരാൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടണം, അതിനുവേണ്ടി സമയം ഉപയോഗിക്കണം, അതിനുവേണ്ടി സമയം കണ്ടെത്തണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ദിക്റുള്ള ഒഴികെ. പിന്നെ ശാപം ഇല്ലാത്തതാരാ? വആലിമൻ, ഇൽമ് നേടിയവൻ, ആ ഇൽമ് പഠിപ്പിക്കുന്നതാണ്. ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ ഇൽമ് പഠിക്കുന്നവൻ. അപ്പൊ ഇൽമ് അറിവ് കൊടുക്കുന്നവനും പഠിക്കുന്നവനും. പിന്നെ അള്ളാഹുവിന്റെ ദിക്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. ഇത് മൂന്നും ആണ് അള്ളാഹുവിന്റെ ശാപത്തിൽ നിന്ന് ഒഴിവായിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. സാഹിബുൽ ഇൽമി, ഈ അറിവുള്ള ആളുകൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു പറഞ്ഞല്ലോ. അതെന്തുകൊണ്ടാ? ഇത്രയും മഹത്വങ്ങള് ആ ഇൽമുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് കൊണ്ടാണ്. മറ്റൊരിക്കൽ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയണ്ടായി, നബി അവരോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, സയഅതീകും അഖ്വാമുൻ യത്ലുബൂനൽ ഇൽമ, കാലം കുറെ കഴിഞ്ഞാലും ഞാൻ മരിച്ചു പോയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങളുടെ അടുക്കലേക്ക് ചില ആളുകൾ ഇൽമ് തേടി വരും. കാരണം ആ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത ദീനിന്റെ നിയമങ്ങള്, അറിവുകള് ലോകത്തിന്റെ പല ഭാഗത്തും എത്തും. അങ്ങനെ എത്തുമ്പോ ചില ആളുകൾക്കൊന്നും പൂർണ്ണമായിട്ട് കിട്ടൂല. അപ്പൊ അതിന്റെ ശരിക്കുള്ള കാര്യം അറിയാൻ വേണ്ടി ചിലപ്പോൾ ഇങ്ങോട്ട് വരും, മദീനത്തേക്ക് വരും. അങ്ങനെ വന്നാൽ ഫൈദാ റഅയ്തുമൂഹും, അവരെ നിങ്ങൾ കണ്ടാൽ, ഫഖൂലൂ ലഹും, അവരോട് നിങ്ങൾ പറയണം, മർഹബൻ ബി വസിയ്യത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വസിയ്യത്തിനെ സ്വീകരിച്ച് ഇവർക്ക് മംഗളം. വഅഖ്നൂഹും, അവർ നിങ്ങൾ പഠിപ്പിക്കുകയും വേണം.
അപ്പൊ നബി ആദ്യമേ പറഞ്ഞു വെച്ചു പോയ കാര്യം, ഇൽമു തേടി വരുന്ന ആളുകൾക്ക് മംഗളം. നമുക്ക് ആശംസ നേർന്നിട്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയത്. അത് എവിടെങ്കിലും അറിവുണ്ടെന്ന് കേൾക്കുമ്പോൾ അതിലേക്ക് പോകാതെ മടിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ചല്ല, അറിവ് തേടി വരുന്ന ആളുകളെ കുറിച്ച് പറയാം. എങ്ങനെ ആരെങ്കിലും അറിവ് ആഗ്രഹിച്ചു വന്നാലോ, ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരുമോ, ഞങ്ങൾക്കൊന്ന് ക്ലാസ് എടുത്തു തരുമോ, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പാടില്ല. വഅഖ്നൂഹും, അവരെ പഠിപ്പിക്കണം എന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സ്വഹീഹിലെ ഒരു അധ്യായം കൊടുത്തത് കാണാം. ബാബുൽ ഇൽമി, അദ്ദേഹത്തിന്റെ ഒരു അധ്യായത്തിന്റെ പേരാ ബാബുൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമൽ. ഖൗലും അമലും, ഖൗല് പറഞ്ഞ വാക്കുകളും, ഖുർആൻ പാരായണം, ദിക്ർ, സ്വലാത്ത്, ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ഖൗലാണ്. വൽ അമൽ, പ്രവർത്തനം, നമസ്കാരം, നോമ്പ്, സകാത്ത്, ഇങ്ങനെ കുറെ പ്രവർത്തനങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ മുമ്പ് വേണ്ടത് ഇൽമ്. അൽ ഇൽമു ഇൽമാണ്. അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ. ഖൗലിന്റെയും അമലിന്റെയും വാക്കിന്റെയും പ്രവൃത്തിയുടെയും മുമ്പ് വേണ്ടത് എന്താണ്? ഇൽമാണ്. അത് എന്തിനും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ അവിടെ ഇന്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ പോലും ആ ഇന്റർവ്യൂവിന് പോയിട്ട് അവിടെ ഉണ്ടാകുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുന്നതിന് മുമ്പേ ഒരു ഇന്റർവ്യൂ വേദിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എങ്ങനെ ഞാൻ ഇരിക്കണം, ഞാൻ എങ്ങനെ കയറി ചെല്ലണം, എന്റെ ഫയൽ ഞാൻ എങ്ങനെ പിടിക്കണം, എന്റെ ഡ്രസ്സ് എന്തായിരിക്കണം, ഇതൊക്കെ നമ്മൾ കുറെ ഇന്റർവ്യൂവിന് പോയ ആളുകളോട് ചോദിച്ചറിഞ്ഞിട്ടാണ് പോകുന്നത്. എന്തിനാ? അവിടെ ആ ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ റബ്ബിന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും അവിടെ ഏറ്റവും പ്രധാനം എന്താണ്? ആദ്യം ആ കർമ്മം ചെയ്യുന്നതിന് മുമ്പുള്ള അറിവാണ് വേണ്ടത്. അതാണ് ബാബുൽ ഇൽമി, ഇൽമിനെ കുറിച്ചുള്ള അധ്യായം. കാരണം വിശ്വാസം ശരിയാകണമെങ്കിൽ ഇൽമു വേണം. അപ്പൊ അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം, നമ്മൾ അള്ളാഹ് ഉണ്ടെന്നറിയാം, പക്ഷെ അള്ളാഹിന്റെ വിശേഷണങ്ങൾ, അള്ളാഹിന്റെ വിശേഷണത്തെ കുറിച്ച് കൈയുണ്ട്, അതേപോലെ കണ്ണ്, അതേപോലെ മുഖം തുടങ്ങിയ പരാമർശങ്ങളൊക്കെ ഹദീസിൽ വന്നു. അള്ളാഹിനെ പോലെ സൃഷ്ടികൾ ഇല്ല എന്നും പറഞ്ഞു. സൃഷ്ടികൾ ആരും അള്ളാഹിനെ പോലെ അല്ല. അപ്പൊ മനുഷ്യനും കണ്ണുണ്ട്, മനുഷ്യനും കാലുണ്ട് എന്നും ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അത് സാദൃശ്യപ്പെടുത്തലാവൂലേ? അപ്പൊ അള്ളാഹ് കണ്ണില്ല എന്ന് പറയണോ? ഇങ്ങനെ കുറെ ചർച്ചകൾ ലോകത്തുണ്ടല്ലോ. അള്ളാഹിന്റെ നാമങ്ങളും വിശേഷണങ്ങളും നമ്മൾ അറിയണം, അള്ളാഹിന്റെ മഹത്വം അറിയണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അറിയണം, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അറിയണം, അള്ളാഹുവിൻ്റെ കഴിവുകൾ അറിയണം, അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ അറിയണം, അപ്പം അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പുകൾ അറിയണം. ഇതൊക്കെ അറിയുമ്പോഴാണ് ആ വിഷയത്തിലുള്ള പേടിയും താല്പര്യവും അതേപോലെ അങ്ങോട്ട് അടുക്കാനും അങ്ങനെ അതിനുള്ള താല്പര്യം നമുക്ക് ഉണ്ടാകുക. അതുപോലെ തന്നെ വിശ്വാസം നന്നാക്കുന്ന പോലെ കർമ്മങ്ങൾ നന്നാക്കണം. അപ്പം ഏതായാലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് അടുക്കുവാനും അള്ളാഹുവിൻ്റെ മതവുമായി കൂടുതൽ ബന്ധപ്പെടാനുമുള്ള ഏറ്റവും വലിയ മാർഗമാണ് ഇസ്ലാമികമായിട്ടുള്ള അറിവ് നേടുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പം നമ്മളൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മുടെ ആയുസ് കുറവാണ്, വളരെ കുറവാണ്. ആ ആയുസ്സിൽ തന്നെ ഇപ്പം നമ്മളെ പകുതിയോളം തീർന്നു. ഇനിയിപ്പോൾ കഴിഞ്ഞ അത്ര ആയുസ്സിന് ഇപ്പം ഉണ്ടായിക്കൊള്ളൊന്നുമില്ല. പലരും 40-ലും 50-ലും 60-ലൊക്കെ എത്തി, ചിലപ്പോൾ ബാക്കി 5-6 ഒക്കെ എത്ര ഉള്ളൂ. അപ്പൊ ആ ഉള്ള ആയുസ്സിനെ നമ്മൾ ഏറ്റവും നല്ല കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതൊരു ചിന്തിക്കുന്ന ആൾ ചെയ്യേണ്ട കാര്യമാണല്ലോ. ഉള്ള സമയത്ത് വേഗം ഉപയോഗപ്പെടുത്താന്നുള്ളത്. അല്ലാഹു തആല നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ പ്രതിഫലം കിട്ടുന്നത് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാ? അതറിയണം. നമുക്ക് വഴി കിട്ടൂലല്ലോ. അതറിയേണ്ടത് പഠനത്തിലൂടെയാണ്, അന്വേഷണങ്ങളിലൂടെയാണ്, ഇങ്ങനെയുള്ള വൈജ്ഞാനികമായ സദസ്സുകളിലൂടെയാണ്. ഏറ്റവും ചെറിയൊരു കാര്യം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു കാര്യമാണ്. ഒരാൾ അല്ലാഹു മഗ്ഫിർലി ദംബി കുല്ലഹു ദിഖഹു വജില്ലഹു അവ്വലഹു വആഖിറഹു അലാനിയതഹു വസിറഹു. അല്ലാഹുവേ, എൻ്റെ രഹസ്യവും പരസ്യവും ചെറുതും വലുതും അങ്ങനെ ഞാൻ ചെയ്ത എൻ്റെ എല്ലാ പാപം പുറത്തു തരണേ. ഒരു ദിവസം 3 തവണ പ്രാർത്ഥിച്ചാൽ അല്ലാഹു പറയാണ്, അവൻ ഭൂമിക്ക് മുകളിലൂടെ ഒരു പാപവും ഇല്ലാതെയായിരിക്കും നടക്കുക. അത് പഠിച്ചാലല്ലേ ചൊല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ മഹത്വം ഉണ്ടെന്ന് അറിയണ്ടേ? അല്ലാഹു മഗ്ഫിർലി ദംബി കുല്ലഹു, എൻ്റെ എല്ലാ പാപം പുറത്തു തരണേ. ദിഖഹു വജില്ലഹു, ചെറുതും വലുതും. അവ്വലഹു വആഖിറഹു, ആദ്യം ചെയ്തതും പിന്നെ അവസാനം ചെയ്തതും. അലാനിയതഹു വസിറഹു, രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും. വാക്ക് ഇത്രയേ ഉള്ളൂ. അത് 3 തവണ ചൊല്ലിയാൽ അവൻ ഭൂമിയിലൂടെ നടക്കുന്നത് ഒരു പാപം ഇല്ലാണ്ടായിട്ടാണ്. ഉറങ്ങാൻ സമയത്ത് അല്ലാഹു മഖ്നി അദാബക യൗമ തുബ്അതു ഇബാദുക്, റബ്ബേ, നിന്റെ അടിമകൾ പുനർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം നിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഇന്ന മഹത്വമുണ്ടെന്ന് ഹദീസിൽ കാണാം. അപ്പൊ നമ്മൾ ചൊല്ലേണ്ട ഒരുപാട് ദിക്റുകൾ ചൊല്ലാതെ അങ്ങോട്ട് പോയാൽ നമ്മുടെ ആയുസ് അവിടെ തീരും. ആ ആയുസ് നഷ്ടം. അപ്പൊ നമുക്കൊരു ദിവസം കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മുതലായി എന്ന് നമുക്ക് തോന്നണം. അതെങ്ങനെയാ? നമ്മൾ ചെയ്ത ഇബാദത്തുകൾ കൊണ്ട്.
ആ ഇബാദത്തിൽ തന്നെ വലിയ പ്രതിഫലം കിട്ടുന്ന ചെറിയ ചെറിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. നമുക്കൊക്കെ അറിയാലോ, ഒദുവിന് ശേഷമുള്ള ദുആ വല്ലവരും നിർവഹിച്ചാൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും പ്രവേശിക്കാൻ അല്ലാഹു തആല അനുമതി കൊടുക്കും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങുന്ന ദുആ സംഗതി നിസ്സാരാണ്. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഒദു കഴിഞ്ഞു ഊട്ടിക്കതച്ചു വരിക പള്ളിയുടെ ഉള്ളിൽ. ചിലപ്പോൾ ചൊല്ലാൻ നേരല്ല, ചിലപ്പോൾ ചൊല്ലാൻ ശ്രദ്ധ വിട്ടുപോകും, ചൊല്ലുമ്പോൾ തന്നെ നേരെ ചൊല്ലുന്നില്ല. ആ മഹത്വം അവിടെ അറിഞ്ഞുകൊണ്ട് വേണം അതിനെ ചൊല്ലാൻ. അപ്പോഴാണ് നമ്മൾ അതിനെ ചൊല്ലേണ്ട പോലെ ചൊല്ലുക. ഇങ്ങനെ ഒരുപാട് ചെയ്യേണ്ട കാര്യങ്ങളും ചൊല്ലേണ്ട കാര്യങ്ങളും അതിന് പ്രതിഫലവും മഹത്വവും അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായ കാര്യങ്ങൾ, പക്ഷെ പ്രതിഫലങ്ങൾ വളരെ വലുത്. ഒക്കെ നഷ്ടപ്പെട്ടു പോയാൽ തീരാ നഷ്ടം തന്നെയാണ്. കാരണം ഈ ആയുസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മഗ്രിബിന് കേട്ട ആയത്തിൽ അനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു, നിങ്ങൾ റബ്ബിലേക്ക് മടങ്ങുക, റബ്ബിന് വേണ്ടി നിങ്ങൾ കീഴൊതുങ്ങ്. ആ റബ്ബിന്റെ ശിക്ഷ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മരണം വരും. എന്നിട്ട് അവൻ പറയും യാ ഹസ്റതി അലാ മാ ഫറത്തു ഫീ ജംബില്ലാ, അല്ലാഹുവിന്റെ ഭാഗത്തേക്ക് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ വീഴ്ച വരുത്തിയല്ലോ എന്ന് നാളെ പരലോകത്ത് വന്നിട്ട് അൻ തഖൂല നഫ്സുൻ, ഒരാളും അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ പറഞ്ഞിരുന്നത് എന്നല്ല പറയാ. അപ്പൊ അങ്ങനെ അള്ളാഹൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞ് ഇത് നമ്മൾ പഠിക്കേണ്ട നമ്മുടെ ബാധ്യതയാണ്. ഇപ്പൊ ഇതെല്ലാം കൂടി പഠിച്ചിട്ടാവോ എന്നും ചിന്തിക്കരുത്. കാരണം എനിക്ക് നല്ലൊരു ജോലി വേണം, നല്ലൊരു ഭാവി വേണം എന്ന നിലക്ക് നമ്മൾ എന്തെല്ലാം പഠന മേഖലകൾ സ്വീകരിക്കുന്നുണ്ട്. എത്ര ഫീസ് കൊടുത്ത് നമ്മൾ ട്യൂഷന് പോലും വേറെ വേറെ സംവിധാനങ്ങൾ കാണുന്നുണ്ട്. നാട്ടിലെ പഠനം പോരാ, അതല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ പോരാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പല സ്ഥലങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കുട്ടികളെ ലക്ഷങ്ങൾ കൊടുത്ത് പറഞ്ഞയക്കുന്നുണ്ട് അല്ലേ. അതൊക്കെ വേണ്ടെന്നല്ല കേട്ടോ, അതൊക്കെ ആവശ്യം തന്നെയാണ്. അതിനോടൊപ്പം നമ്മുടെ ആ കുട്ടിക്ക് നമ്മൾ മരിച്ചിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ട് മയ്യത്ത് നിസ്കരിക്കാൻ അറിയില്ലെങ്കിൽ, വാപ്പ മരിച്ചു വാപ്പാന്റെ മുമ്പിൽ നിന്നിട്ട് വാപ്പാന്റെ മുമ്പിൽ വെച്ചിട്ട് ആ വാപ്പാക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ ലക്ഷങ്ങൾ കൊണ്ട് എന്താ കാര്യമുള്ളത് ചെലവാക്കിയത്? അപ്പൊ മറ്റേ ഇൽമൊക്കെ വേണ്ടെന്നല്ല, അതൊക്കെ ജീവിതത്തിൽ ആവശ്യമുള്ള സംഗതികൾ തന്നെയാണ്. പക്ഷെ ഇത് അതിനേക്കാൾ മഹത്വമുള്ളതാ. അതിനുവേണ്ടി നമ്മൾ എന്താ ചെലവഴിക്കുന്നത്? സമയാകട്ടെ പണമാകട്ടെ ഏതോ നമ്മൾ എത്രത്തോളം ചെലവഴിക്കുന്നുണ്ട്. اللهم اغفر لهذا الميت وارفع درجته في المهديين واخلفه في عقبه من الغابرين واغفر له ولنا يا رب العالمين എന്ന് മരിച്ചു കിടക്കുന്ന വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മകൻ അറിയില്ലെങ്കിൽ ആ മകൻ 40 വയസ്സ് വരെ നമ്മൾ എന്തിനാ പൈസ കൊടുത്ത് വളർത്തിണ്ടാക്കിയത്? അപ്പൊ പഠിക്കേണ്ട ചില ഇൽമുകളുണ്ട്, അത് പഠിച്ചേ പറ്റൂ. അത് നമുക്ക് ആ സന്ദർഭത്തിൽ അതിന്റെ മഹത്വങ്ങളും ഗൗരവങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ട് പഠിക്കാൻ വേണം. അതാ നമുക്ക് എന്നൊന്നും ഉപകാരപ്പെടുന്നത്. അതുപോലെ തന്നെ ചില തിന്മകളുണ്ട്, നമ്മുടെ ദൃഷ്ടിയിൽ നിസ്സാരമായിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ചില ആളുകൾ ചില വാക്കുകൾ പറയുന്നു, അവർ അതിന് ഒരു ബാലും കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ അതിന് യാതൊരു പരിഗണനയും കൊടുക്കുന്നില്ല. പക്ഷേ ആ നാവിന്റെ ആ വാക്ക് അവരെ നരകത്തിലേക്ക് എത്തിക്കും. അപ്പോൾ ആ സ്വഹാബത്ത് ചോദിച്ചു, അവനു ആഹദു, അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങൾ പിടിക്കപ്പെടുമോ? ബിഅൽസിനത്തിന, ഞങ്ങളുടെ നാവിന്റെ ഫലമായിട്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, പിന്നെ എന്തിന്റെ പേരിലാണ് അല്ലാഹു പിടിക്കുക നിങ്ങളെ? ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത് നാവിന്റെ പേരില. കാരണം ആരോപണങ്ങൾ, കളവുകൾ, കുറ്റം പറയല്, ഗീബത്തുകൾ, പരദൂഷണങ്ങൾ, ആളുകളെ കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങൾ, കുത്തിപ്പറയലുകൾ ഒക്കെ നാവ് കൊണ്ടാണ്. അതോടെ നാവിനെ പിടിച്ചിട്ട് പറഞ്ഞു, ഈ നാവിനെ നീ സൂക്ഷിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിന് ഉപദേശം കൊടുത്തത്. നമുക്കത് കുറെ കാലം ആയത് സാധാരണ പോയി ഗീബത്തും പരദോഷവും പാട് ഖുതുബയിൽ പറയലില്ല. കാരണം അതൊക്കെ സാധാരണ വിഷയങ്ങളല്ലേ, എപ്പോഴൊക്കെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ച് പറച്ചിലെന്നെ നിർത്തി. കുറെ കേൾക്കലും ഇല്ലാണ്ടാവുമ്പോൾ ആളുകൾ പിന്നെ അതിലേക്ക് അപ്പോൾ അതുകൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞു. ആളുകൾക്ക് അറിയുന്ന കാര്യമാണെങ്കിലും ഖുതുബയിലൂടെ ഉത്ബോധനങ്ങൾ വന്നുകൊണ്ടിരിക്കണം. ഓരോ ആഴ്ചയും കുറേശ്ശെ അതിൻ്റെയൊക്കെ ഗൗരവങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ഇതൊക്കെ വിട്ടുവെക്കുള്ളൂ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മറക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, തിന്മകളും ആ തിന്മകളുടെ ഗൗരവവും അറിയണം. അത് ചിലപ്പോൾ നമുക്ക് നിസ്സാരമായിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തറക സ്വലാത്തൽ അസ്ർ, ഒരാൾ അസ്ർ നമസ്കാരം ഒഴിവാക്കിയാൽ ഹബിത അമലുഹു, അവരുടെ കർമ്മം ബാത്തിലാകുന്ന സ്വഹീഹായ ഹദീസാണ്. ഒരാൾ ഒരു ദിവസം അസ്ർ നമസ്കരിച്ചില്ലെങ്കിൽ അവന്റെ ആ ദിവസത്തെ കർമ്മങ്ങൾ മുഴുവൻ ബാത്തിലായി. കാരണം വൈകുന്നേരം ആയതോടുകൂടിയാണ് അവസാനത്തെ കർമ്മമാണ് വരുന്നത്, അസ്ർ നമസ്കാരം ജമാഅത്തായിട്ട്. അപ്പൊ ആ ഒരു മഹത്വം നമ്മൾ അറിയണം, ആ വിഷയത്തിലെ ഗൗരവം നമ്മൾ അറിയണം. ഇങ്ങനെ നമ്മൾ നിസ്സാരമായി കാണുന്ന ഗൗരവമുള്ള കുറെ കാര്യങ്ങളുണ്ട്, നമ്മൾ അറിയാത്ത മഹത്വമുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഓരോന്നിന്റെയും ഗൗരവം അറിയാം, ഓരോന്നിന്റെയും മഹത്വവും അറിയാം. അങ്ങനെ അറിയുമ്പോഴാണ് ചെയ്യേണ്ടത് ചെയ്യുകയും ഒഴിവാക്കേണ്ടത്
ഒഴിവാക്കുകയും ചെയ്യുക. നമ്മുടെ മുൻഗാമികളായ സ്വഹാബിമാര് അവരൊക്കെ ഇൽമിനെ കുറിച്ച് ഉൾക്കൊണ്ടവരാണ്, അതിനെ മഹത്വം അറിഞ്ഞവരാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലോ, ജോലിക്ക് പോകുന്ന ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ കൂടെയുള്ള ആളെ പള്ളിക്ക് പറഞ്ഞേക്കും ക്ലാസ് കേൾക്കാൻ. അടുത്ത ദിവസം അദ്ദേഹം ജോലിക്ക് പോയിട്ട് ഉമർ ക്ലാസ്സിന് പോകും. എന്നിട്ട് ഓരോ ദിവസവും ക്ലാസ്സിൽ കേട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിച്ചു കൊടുക്കും. ഓരോ ദിവസവും പഠിപ്പിച്ച ഇൽമ നഷ്ടപ്പെടരുത് എന്ന ആഗ്രഹം അവർക്കുള്ളത് കൊണ്ടായിരുന്നു അത്. അപ്പൊ നമ്മളെന്തെങ്കിലും കാരണം കിട്ടാൻ കാത്തിക്കുകയാണ്, ഇന്ന് ആ ക്ലാസ്സിന് ഞാൻ പോണില്ല കാരണം എനിക്ക് ഇങ്ങനെ ഒരു കാരണം ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വഴിക്ക് എനിക്ക് വേറെ പോകാനുണ്ട്, ഇനി ചിലപ്പോൾ നമ്മൾ ആ ആവശ്യമില്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാക്കുകയും ചെയ്യും. അത് നമ്മൾക്ക് ശൈത്താൻ നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നൊരു വഴിയാണത്. അപ്പൊ ഏതായാലും നമ്മൾ അറിവ് നേടാനുള്ള വഴികളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുകയാണ് വേണ്ടത്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, തഅല്ലമുൽ ഇൽം, നിങ്ങൾ ഇൽമ് പഠിക്കണം. ഫഇന്ന തഅല്ലുമഹു ലില്ലാഹി ഖശ്യ, അല്ലാഹനെ പേടിക്കണോ അറിവ് വേണം. വതലബുഹു ഇബാദ, അറിവ് നേടൽ ഇബാദത്താണ്. വമുദാക്കറതുഹു തസ്ബീഹ്, ആ അറിവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൽ അതൊരു തരം തസ്ബീഹാണ്. അറിവിൽ അഗാധമായ ചർച്ചകളും പഠനങ്ങളും അന്വേഷണങ്ങളും നടത്തുന്നത് ജിഹാദാണ്. അറിവ് അറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കൽ പഠിപ്പിക്കൽ സ്വതക്കയാണ്. അതിനുവേണ്ടി നീ ചെലവഴിക്കൽ റബ്ബിലേക്ക് സാമീപ്യം നേടാനുള്ള മാർഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൽമിന്റെ കുറെ മഹത്വങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അവസാനം പറയാ, ഇന്നൽ ഇൽമ ഹയാത്തുൽ ഖൽബി മിനൽ ജഹൽ, ജഹൽ അജ്ഞത ഉണ്ടാകുമ്പോഴാണ് അസൂയ, വിദ്വേഷം, പക, ദേഷ്യം, അതേപോലെ കുഫർ, ശിർക്ക്, ബിദ്അത്ത്, ഹറാം ഒക്കെ മനസ്സിലേക്ക് കടന്നു വരപ്പോഴാണ് ജഹൽ ഉണ്ടാകുമ്പോഴാണ്. അതിൽ നിന്നുള്ള സുരക്ഷിതത്വം എന്താണ്? ഹൃദയത്തിന് ജീവൻ കിട്ടണം. മനുഷ്യ ശരീരത്തിന് കിട്ടേണ്ട ജീവനേക്കാൾ വലുതായി ജീവൻ കിട്ടേണ്ടത് ഹൃദയത്തിനാണ്. അതിന്റെ ജീവന്റെ അടിസ്ഥാനം എന്താണ്? ഇൽമാണ്. മനുഷ്യ ശരീരത്തിന് ജീവൻ നിലനിൽക്കാൻ വെള്ളവും ഭക്ഷണവുമാണ് എങ്കിൽ ഹൃദയത്തിന് ജീവൻ നിലനിൽക്കേണ്ടത് ഇൽമിലൂടെയാണ്. ഇരുട്ടുകളാകുന്ന, ഇവിടെ കുറെ ഇരുട്ടുകളുണ്ടല്ലോ, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശിർക്ക്, ബിദ്അത്ത്, ഹറാമുകളൊക്കെ. അവിടെ നിനക്ക് വഴി കാണിച്ചു തരുന്ന വെളിച്ചമാണ്, വിളക്കാണ് ഇൽമ്. യബ്ലുഗുൽ അബ്ദു ബിൽ ഇൽമി, ഇൽമ് കൊണ്ട് ഒരു അടിമ എത്തിച്ചേരുന്നു മനാസിലൽ അഖ്യാരി വദ്ദറജാത്തിൽ ഉലാ, ഖൈറായ ഏറ്റവും നല്ല ആളുകളുടെ സ്ഥാനങ്ങളിലേക്കും ഉന്നതമായ പദവികളിലേക്കും. അത് ഇഹലോകത്തുണ്ടാവും പരലോകത്തുണ്ടാവും. സ്വഹാബികൾ ആ ഉന്നതങ്ങളായ പദവികളിലേക്ക് എത്തിയത് അവർ പ്രവാചകനിൽ നിന്ന് കേട്ടറിഞ്ഞ പഠിച്ച ഇൽമു കൊണ്ടും അതുപോലെ തന്നെ അറിവ് കൊണ്ടുമായിരുന്നു. അപ്പോ ഞാൻ അവസാനിപ്പിക്കാം, നമ്മൾ അറിവ് നേടുന്നവരാകണം. നമുക്കൊരു ആഗ്രഹം വേണം, അള്ളാന്റെ അറിവ്, അള്ളാന്റെ ദീന് എനിക്ക് പഠിക്കണം. അതിനേക്കാൾ വലുത് ലോകത്ത് വേറൊന്നുമില്ല. ആ നല്ല നിയ്യത്തുണ്ടെങ്കിലോ അല്ലാഹു തആല നമുക്ക് അതിലേക്ക് സൗകര്യങ്ങൾ എളുപ്പമാക്കി തരും. അപ്പൊ നമ്മൾ അതിനു വേണ്ടി ചിലപ്പോൾ സമയം ചിലവഴിക്കേണ്ടി വരും, ചിലപ്പോൾ പണം ചിലവഴിക്കേണ്ടി വരും, അധ്വാനം വേണ്ടി വരും, നമ്മളെ വേർപ്പ് വേണ്ടി വരും. കാരണം അതിനെക്കുറിച്ച് ആളുകൾ പറയണം, ഇന്ന് ക്ലാസ് ഉണ്ട്, നിങ്ങൾ വരണം. അത് നമുക്ക് കൂലിയുള്ള കാര്യമാണ്. നമ്മൾ ഒരാളെ ക്ഷണിച്ചിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, മൻ ദല്ല അലാ ഖൈറിൻ ഫഹുവ, ഒരാള് ഖൈർ പറഞ്ഞു കൊടുത്താൽ ആ ഖൈർ ചെയ്ത ആളെ പ്രതിഫലം പറഞ്ഞു കൊടുത്ത ആൾക്കുണ്ട്. മൻ ദആ ഇലാ ഹുദൻ, ഹിദായത്തിന്റെ നന്മയുടെ വഴിയിലേക്ക് ഒരാളെ ക്ഷണിച്ചാൽ ആ ക്ഷണിച്ച ആൾക്ക് എന്തുണ്ട്? അതിന്റെ പ്രതിഫലമുണ്ട് എന്നാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വർഗത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുക. സ്വർഗത്തിലേക്ക് നമ്മൾ എത്രത്തോളം അറിവ് നേടി, ഞാൻ എന്നോടും നിങ്ങളോട് ചോദിക്കേണ്ടുന്ന വ്യക്തിപരമായ ചോദ്യമാണ്. അപ്പൊ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ തന്ന അനുഗ്രഹം, വൈജ്ഞാനിക സദസ്സ്, അങ്ങനെ തന്നെ പറയട്ടെ, വിജ്ഞാനത്തിന്റെ സദസ്സ്, അതിന് മജ്ലിസു ദിക്ർ എന്നാണ് ഹദീസുകൾ വന്നിട്ടുള്ളത്. അത് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമായി കാണുകയും അത് ഒരിക്കലും നിന്നു പോകാതെ അവസാനിക്കാതെ നിരന്തരം അത് തുടർന്നു പോകാനുള്ള പ്രവർത്തനം നമ്മൾ ചെയ്യുക. അത് നമുക്ക് എന്നേക്കും ഗുണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ്, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അള്ളാന്റെ വീടുകളിൽ ഒരു വീട്ടിൽ ചില ആളുകൾ ഒരുമിച്ച് കൂടുന്നു. യത്ലൂന കിതാബല്ലാഹ്, അള്ളാന്റെ കിതാബ് അവർ പാരായണം ചെയ്യുന്നു. വയതദാറസൂനഹു ഫീമാ ബൈനഹും, അവർക്കിടയിൽ ആ ഖുർആൻ ഇങ്ങനെ പഠിപ്പിക്കപ്പെടുകയാണ്. ഇല്ലാ നസലത്ത് അലൈഹിമുസ് സകീന, സമാധാനം അല്ലാഹ് ഇറക്കി തരുന്നു. ഒരു സമാധാനം അവിടെ കിട്ടും.
എപ്പോഴും നമ്മുടെ മനസ്സിന് ടെൻഷനും ഡിപ്രഷനും പല പ്രയാസമുള്ളവരാണ്. ഒരു ശാന്തത റബ്ബിന്റെ ഭാഗത്ത് നിന്ന് കിട്ടാനുണ്ട്. വഗശിയത്തുഹുമുർ റഹ്മ, അള്ളാഹിന്റെ റഹ്മത്ത് അവരെ പൊതിയും. വഹഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരെ വലയം ചെയ്യും. വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അല്ലാഹ് ഇവരെ കുറിച്ച് തന്റെ അടുക്കൽ ഉള്ളവരോട് പറയും, മലക്കുകളോട് പറയും, ഇന്ന ആളുകളൊക്കെ ദീന് പഠിക്കുന്നു, അറിവ് നേടുന്നു. ആ സദസ്സിലുള്ള ആളുകളെ കുറിച്ച് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു, ഇദാ മറർതും ബിരിയാദിൽ ജന്നതി ഫർതഉ, നിങ്ങൾ റിയാദുൽ ജന്നയിലൂടെ പോകുമ്പോൾ ആസ്വദിച്ചു കൊള്ളണം. എന്താ റിയാദുൽ ജന്ന എന്ന് പറഞ്ഞാൽ? സ്വർഗത്തോപ്പ് എന്നാ. റിയാദുൽ ജന്ന സ്വർഗത്തിന്റെ തോട്ടം എന്നാ. അപ്പൊ ആ സ്വർഗത്തോപ്പ് എന്താ? സ്വഹാബത്ത് ചോദിച്ചു, അമാ റിയാദുൽ ജന്ന, എന്താ ഈ റിയാദുൽ ജന്ന? ഖാല ഹിലഖുദ് ദിക്ർ, അള്ളാഹിനെ കുറിച്ച് പറയുന്ന ഇൽമ് കൊടുക്കുന്ന, അറിവ് കൊടുക്കുന്ന ഹൽഖകൾ, സദസ്സുകൾ എന്നാ. വട്ടളഞ്ഞിരിക്കാതെ അതിന്റെ അർത്ഥം. അങ്ങനെയുള്ള സദസ്സുകൾ, അതാണ് റിയാദുൽ ജന്ന, സ്വർഗത്തോപ്പാണെന്ന. കാരണം സ്വർഗത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ സന്തോഷവും ആസ്വാദനാണല്ലോ. അതേപോലെ നിങ്ങൾ ആസ്വദിച്ചോളൂ അറിവിന്റെ സദസ്സുകളിൽ. കാരണം അവിടെ എന്താ? അള്ളാഹ് പറഞ്ഞതും പ്രവാചകൻ പറഞ്ഞതും നമ്മൾക്ക് അറിയാത്ത പല കാര്യങ്ങളും, അറിഞ്ഞതിലെ കുറെ തെറ്റുകളും, ഇതൊക്കെ തിരുത്താൻ പറ്റുന്ന ഒരുപാട് ഒരു കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വേദിയാണ് ഇൽമിന്റെ സദസ്സ്. അതുകൊണ്ട് സ്വർഗത്തോപ്പ് എന്ന ഒരു വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിവിന്റെ സദസ്സിൽ നൽകിയത്. മാത്രമല്ല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലില്ലാഹി മലായിക, അള്ളാഹ്ക്ക് ചില മലക്കുകളുണ്ട്. ഓരോ മലക്കിനും ഓരോ ഡ്യൂട്ടികളുണ്ട്. ചില മലക്കുകളുടെ ഡ്യൂട്ടി എന്തെന്നറിയോ? യതൂഫൂന ഫിത്തുറുഖ്, അവർ വഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. യൽതമിസൂന അഹ്ലൽ ദിക്ർ, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന, അള്ളാഹിന്റെ ദീന് പഠിപ്പിക്കുന്ന, അള്ളാഹിന്റെ ദീന് പഠിക്കുന്ന സദസ്സുകൾ തേടി നടക്കണം അവര്. ഫൈദാ വജദൂ ഖൗമൻ യദ്കുറൂനല്ലാഹ തനാദൗ, അങ്ങനെ മലക്കുകൾ ഇങ്ങനെ നടക്കുമ്പോൾ ചില മലക്കുകൾ ഈ സദസ്സ് കണ്ടാൽ മറ്റുള്ള മലക്കുകൾ വിളിക്കും, ഇങ്ങോട്ട് വരൂ, ഹലുമ്മു ഇലാ ഹാജത്തിക്കും, നിങ്ങളുടെ ആവശ്യത്തിലേക്ക് വന്നോളൂ. കാരണം അവരുടെ ആവശ്യം എന്താ? എവിടെയാണ് ഈ മജ്ലിസുൽ ദിക്ർ, മജ്ലിസുൽ ഇൽമ് നോക്കി നടക്കുകയാണ്. അപ്പൊ കണ്ട മലക്കുകൾ മറ്റുള്ള മലക്കുകളെ വിളിക്കുന്ന. അങ്ങനെ അവർ വന്നിട്ട് ഫയഹഫൂനഹും ബിഅജ്നിഹതിഹിം മിനസ് സമാഇ ദുനിയ, ആ ഇൽമിന്റെ സദസ്സിനെ ഓരോ മലക്കുകളും ചിറകുകൾക്ക് മുകളിൽ ചിറകുകളായിക്കൊണ്ട് ഇലസ് സമാഇ ദുനിയ, ആകാശം, ഒന്നാം ആകാശം വരെ കൊണ്ട് പൊതിയുന്ന. അപ്പൊ അത്ര ഇതിനോളം മഹത്വം അല്ലാഹ് പറഞ്ഞ വേറെ ഏത് കാര്യങ്ങളുള്ളത് ഈ ലോകത്ത് നമുക്ക് നേടാനുള്ളതിൽ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ വന്നു. സ്വഹാബത്ത് പറയാം, നഹ്നു ഫി സുഫ, ഞങ്ങൾ അസ്ഹാബു സുഫയിലാണ്. അസ്ഹാബു സുഫ പറഞ്ഞാൽ അറിയാലോ, അന്നിപ്പോ ആ അസ്ഹാബു സുഫയിലുള്ള എല്ലാവരും പിന്നെ തീരെ ഒന്നുമില്ലാത്തവരൊന്നല്ല, ഉള്ളവരൊക്കെ ഒഴിവാക്കി വന്നവരാ. അതിനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. മദീനത്തെ പള്ളിയുടെ ഒരു ഭാഗത്തുണ്ടായിരുന്ന ആളുകൾ അസ്ഹാബു സുഫ. അവരോട് നബി ചോദിക്കുകയാണ്, അയ്യുക്കും യുഹിബ്ബു അൻ യഗ്ദുവ കുല്ല യൗമിൻ ഇലാ ബുത്ഹാൻ. ബുത്ഹാൻ പറഞ്ഞാൽ മദീനയിലെ ഒരു ചെരി പ്രദേശമാണ്, ഒരു താഴ്വര. ആ ബുത്ഹാനിലേക്ക് പോകാൻ നിങ്ങളിൽ ആർക്കാണ് ഇഷ്ടം? പോയിട്ട് എന്താ ചെയ്യേണ്ടത്? ബുത്ഹാൻ മാത്രമല്ല, ഔ ഇലൽ അഖീഖ്, അഖീഖ് പറഞ്ഞാൽ മദീനയിലുള്ള മറ്റൊരു താഴ്വരയാണ്. അപ്പൊ ഒന്നുകിൽ അഖീഖിലേക്ക് അല്ലെങ്കിൽ ബുത്ഹാനിലേക്ക് അവിടെ പോയിട്ട് ഫയഅതിയ മിൻഹു ബിനാഖതൈനി ഖൗമാവൈനി, അവിടെ പോയി തടിച്ചു കൊഴുത്ത 2 ഒട്ടകങ്ങളെ കൊണ്ടുവരാൻ. ഫീ ഗൈരി ഇസ്മിൻ വലാ ഖത്ഇ റഹിം, പാപങ്ങളോ തെറ്റുകളോ ചെയ്യാതെ, കുടുംബബന്ധം മുറിക്കാതെ, പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അവിടെ അങ്ങോട്ട് പോയാൽ മതി. 2 ഒട്ടകങ്ങളെ കിട്ടും. അങ്ങനെ പോയിട്ട് ദിവസവും 2 ഒട്ടകങ്ങളെ, തടിച്ചു കൊഴുത്ത ഒട്ടകങ്ങളെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആർക്കും താല്പര്യമുണ്ടോ? വെറുതെ പോയാൽ മതി, ഇവിടെ കിട്ടുന്നു. അറബികൾക്ക് ഒട്ടകം വളരെ വലുതാണ്. അതുകൊണ്ടാണ് നബീനെ കൊന്ന ആളുകൾക്ക് 100 ഒട്ടകം ഓഫർ ചെയ്തത്. പലപ്പോഴും അവർ ഒട്ടകത്തിന് വിഷയം സംസാരിക്കാം. അപ്പൊ അതുകൊണ്ട് അവരോട് ഒട്ടകത്തിന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അതിന്റെ ഗൗരവം. അപ്പൊ സ്വഹാബത്ത് അവര് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാണ്. ഏത്? ബുത്ഹാനിലേക്ക് പോയിട്ട് തടിച്ചു കൊടുത്ത് ഒട്ടകം കിട്ടുമല്ലോ, ഞങ്ങളൊക്കെ പോയിക്കോളാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കേട്ടോളി, അഫലാ യഗ്ദു അഹദുകും മിനൽ മസ്ജിദി, നിങ്ങൾ ഒരാൾ പള്ളിയിലേക്ക് പോവുക, ഫയഅലം, എന്നിട്ട് അവൻ പഠിക്കുക, ഇൽമു നേടുക. ഔ യഖറഉ ആയതൈനി മിൻ കിതാബില്ലാഹി അസ്സ വജല്ല, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ കിതാബിലെ 2 ആയത്തുകൾ പാരായണം ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഖൈറുൻ ലഹു മിൻ നാഖതൈനി, 2 ആയത്തുകൾ പഠിച്ചാൽ 2 ഒട്ടകങ്ങളെക്കാൾ ഉത്തമമാണ്.
വസലാത്തുൻ ഖൈറുൻ ലഹു മിൻ സലാസ്, 3 ആയത്തുകൾ പഠിച്ചാൽ 3 ഒട്ടകങ്ങളെക്കാൾ ഉത്തമമാണ്. വഅർബഉൻ ഖൈറുൻ ലഹു മിൻ അർബഅ, 4 ആയത്തുകൾ പഠിച്ചാൽ 4 ഒട്ടകങ്ങളെക്കാൾ ഖൈറാണ്. വമിൻ അദാദിഹിന്ന മിനൽ ഇബിൽ, എത്രത്തോളം ആയത്തുകൾ വർദ്ധിക്കുന്നു അത്രത്തോളം ഒട്ടകങ്ങളെക്കാൾ മഹത്വം കിട്ടിക്കൊണ്ടിരിക്കും. പള്ളിയിൽ വന്നിരുന്നിട്ട് ഒരായത്ത് പഠിച്ചാൽ അത് ദീനിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ സദസ്സിനെ നമ്മളെ മുമ്പിൽ കിട്ടിയ അനുഗ്രഹത്തെ നമ്മൾ പാഴാക്കി കളയാതെ കഴിവിന്റെ പരമാവധി അത് ഉപയോഗപ്പെടുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻ ആലിമ, ഒന്നുകിൽ നീ ഇൽമ് ഉള്ളവനാകുക, അറിവ് നേടി അത് പഠിപ്പിക്കുന്നവനാകുക. ഔ മുതഅല്ലിമ, അല്ലെങ്കിൽ നീ പഠിക്കുന്നവനാകുക. ഒന്നുകിൽ ആലിമാകുക അല്ലെങ്കിൽ മുതഅല്ലിമാകുക. ഔ മുസ്തമിഅ, നീ എഴുതി വായിച്ച് പഠിക്കാനൊന്നും വയ്യെങ്കിൽ കേട്ടിരിക്കെങ്കിലും ചെയ്യാം. ഔ മുസ്തമിഅ ഔ മുഹിബ്ബ, അല്ലെങ്കിൽ അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നവനാവുകയും ചെയ്യാം. വലാ തകുൻ ഖാമിസ, 5ാമത്തവനാകരുത്. പഠിപ്പിക്കണമില്ല, പഠിക്കണമില്ല, അവിടെ വന്ന് ഇരിക്കൂല്ല, കേൾക്കൂല്ല, വെറുതെ അങ്ങാടി ഇരിക്കുന്നുണ്ടല്ലോ, അത് നീ ആകരുത്. ഇതൊന്നും അല്ലാത്ത 5ാമത്തെ ഒരാൾ നീ ആകരുത്. കാരണം നിങ്ങൾക്ക് നീ നശിക്കും. മനുഷ്യന്റെ നാശത്തിന് കാരണമാണ് ദീനിനെ കുറിച്ചുള്ള അറിവ് കിട്ടാതിരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ചയും അല്ലാഹു തആല ഖുതുബ നിശ്ചയിച്ചത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉഖ്ദു ആലിമൻ ഔ മുതഅല്ലിമൻ, നീ ആലിമ് മുതഅല്ലിം ആകുക, പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ. വലാ തഖ്ദു ഇമ്മഅതൻ, കൂടക്കൂടികളാകരുത്. അവൻ അങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യാണ്, ഇതിങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യാണ്. അങ്ങനെ ഇമ്മഅത്താകരുത്, കൂടക്കൂടികളാകരുത്. ഒന്നുകിലും പഠിക്കുന്നവനാകുക അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവനാകുക. അപ്പോ ഈ ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലായല്ലോ ഈ വിഷയത്തിന്റെ ഗൗരവം. നമ്മുടെ നാട്ടില് ചെറുക്കും ബിദ്അത്തും അന്ധവിശ്വാസങ്ങളും ഒക്കെ പ്രചരിക്കാനുള്ള കാരണം എന്താ? അറിവില്ലായ്മയാണ്. അറിഞ്ഞോനോ അതിന് രക്ഷപ്പെട്ടു. ഹറാമുകൾ വേർതിരിച്ചു, ഹലാലുകൾ വേർതിരിച്ചു. ബാങ്കുമായി ബന്ധപ്പെട്ട നമ്മുടെ പണയമെക്കലുകളും മറ്റു പലിശകളും അറിഞ്ഞവൻ രക്ഷപ്പെട്ടു, അല്ലാത്തവനോ ഇന്നും പലിശ അടച്ചുകൊണ്ടിരിക്കുക. വിഷയത്തിന്റെ ഗൗരവം പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. ഏതായാലും അല്ലാഹു തആല നമുക്ക് നൽകിയ അറിവ് നേടാനുള്ള വേദികളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച വ്യാഴാഴ്ച മുതൽ എല്ലാ വ്യാഴാഴ്ചകളിലും ഇവിടെ വെച്ച് ക്ലാസ് ഉണ്ടാവും. അത് ഇതുപോലുള്ള പ്രസംഗമല്ല, നമ്മൾ സാധാരണ ക്ലാസ് പോലെ ഇരുന്ന് ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട അടിസ്ഥാനപരമായ വിഷയങ്ങൾ മുതൽ ചെറിയ കുട്ടികൾ നമ്മൾ പഠിക്കുന്ന രൂപത്തിൽ തന്നെ നമുക്കൊന്നും അറിയില്ല എന്ന നിലക്ക് നമ്മൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ അതിൽ അറിഞ്ഞതുണ്ടാവും, അറിയാത്തതുണ്ടാവും, കൂടുതൽ പഠിക്കേണ്ടതുണ്ടാവും, സംശയങ്ങൾ ഉള്ളതുണ്ടാവും. അപ്പം അതിനൊക്കെ അത് പരിഹാരമാണ്. അപ്പോൾ ആ നിലക്കുള്ളൊരു ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ച മുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു നോട്ടും പെൻസിലും പേന കൈ പിടിച്ചാൽ എല്ലാം അങ്ങനെ എഴുതിയിരിക്കാനല്ല. അങ്ങനെ കുറേ എഴുതുമ്പോൾ നമുക്ക് മടുപ്പം തോന്നും. അതേ സ്ഥാനത്ത് നമ്മൾ പഠിക്കേണ്ട ചില അത്യാവശ്യമായി വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ചില സംശയത്തിൽ നിന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വന്ന് അതവിടെ എഴുതി വെച്ചു. അതേപോലെ ഇപ്പൊ നമസ്കാരത്തിന് ഷർത്തുകൾ അത് നമ്മൾ എഴുതി വെക്കുക. നമ്മളെ കുട്ടിക്ക് നമുക്കത് കൊടുക്കാം, നമ്മളെ വേറെ ആൾക്കത് കൊടുക്കാം, അവർക്കത് ഉപകാരപ്പെടും. അപ്പൊ അങ്ങനെ നമ്മൾ ഇൽമ് എഴുതി വെച്ചിട്ടും കഴിയുന്ന ആളുകൾ ആ നിലക്ക് ഒരു കടലാസോ പെൻസിലോ കൈ പിടിച്ച് വന്നാൽ അതൊരു ഉപകാരമാണ്. ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് കേൾക്കുക, കൂടുതൽ പഠിക്കാനുള്ള ശ്രമം നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തരുത്, മടി വരാൻ പാടില്ല. ഇൽമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഇൽമ് കിട്ടും ലോകത്ത് എല്ലാം കൂടി ഒന്നിച്ചിട്ട് കിട്ടുമൊന്നുമില്ല. അപ്പൊ ആദ്യ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയണതാണ്. ആയിക്കോട്ടെ, അറിഞ്ഞ കാര്യം ഒന്നും കൂടി അറിയാണ്, ഉറപ്പ് വരികയാണ്. പിന്നെ നമുക്ക് കൂടുതൽ അറിവുള്ളതിലൂടെ അറിവില്ലാത്തതിലേക്ക് കാരണം എന്നാണല്ലോ. അതല്ല മനഃശാസ്ത്രം പഠിപ്പിക്കണം. ആദ്യം തന്നെ കുട്ടികൾ അറിവില്ലാത്തതല്ല പഠിപ്പിക്കേണ്ടത്, പരിചയമുള്ളതിലൂടെ പരിചയമില്ലാത്തതിലേക്ക് കയറണം, ചെറുതിലൂടെ വലുതിലേക്ക് കയറണം. അപ്പൊ നമ്മൾ തുടക്കം മുതൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇശാ മഗ്‌രിബ് നമസ്കരിച്ച ഉടനെ നമ്മളെ ക്ലാസ് തുടങ്ങും, ഇശാഇന്റെ ബാങ്ക് വരെ. ഇശാ ബാങ്ക് കഴിഞ്ഞാൽ പിന്നെ 15 മിനിറ്റ് നമുക്ക് സാധാരണ ഉണ്ടാകാറുള്ള സംശയങ്ങൾ, ആ സംശയങ്ങൾ നിവാരണം ചെയ്യാൻ 15 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. സ്ത്രീകൾക്ക് സംശയമുള്ളവരെ എഴുതി കൊണ്ടുവരികയാണെങ്കിൽ നമുക്കത് ഇവിടെ വായിച്ച് അതിന് നമ്മുടെ അറിവിൽ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനും നന്മയിലൂടെ കൂടുതൽ കൂടുതൽ മുന്നേറാനും നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ
നമ്മുടെ കുടുംബത്തിലെ പല ആളുകളുണ്ട്, നമ്മുടെ വാപ്പമാർ, ഉമ്മമാർ, കുടുംബാംഗങ്ങൾ നമ്മളെ തൗഹീദിലേക്കും സുന്നത്തിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ആദ്യകാലത്ത് പ്രവർത്തിച്ച ഇവിടുത്തെ മഹാരാജന്മാരായ ആളുകൾ, അല്ലാഹു തആല അവരുടെ എല്ലാം ഖബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളാണ്, അല്ലാഹു അവർക്കെല്ലാം പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഹലോകത്തും പരലോകത്തും ഗുണം ചെയ്യുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ അല്ലാഹു നമ്മുടെ തലമുറകളിൽ വാർത്തു തരുമാറാകട്ടെ. റബ്ബനാ അത്നാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم لا تجعل الدنيا أكبر همنا ولا غاية قصدنا ولا مبلغ علمنا ولا إلى النار مصيرنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.